ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ അയച്ച് ചാവി കൊടുത്താൽ ചലിക്കുന്ന പാവകളാക്കിയ കേന്ദ്രത്തിനേറ്റ തിരിച്ചടിയാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധി. ജനം തിരഞ്ഞെടുക്കുന്ന സർക്കാരിന്റെ മന്ത്രിസഭാ തീരുമാനങ്ങൾക്ക് ഗവർണർമാർ തടസ്സം നിൽക്കരുത് എന്നാണ് ഇന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. രാജ്യത്തിന്റെ ഫെഡറലിസം സംരക്ഷിക്കാൻ പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിപ്പിക്കുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന് അംഗീകാരം കൂടിയാണ് ഈ വിധി. സംസ്ഥാന ഗീതമായ തമിഴ് വാഴ്ത്തിൽ ദ്രാവിഡ എന്ന വാക്ക് ഗവർണറുടെ നേതൃത്വത്തിലുള്ള ഹിന്ദി ഭാഷാ ആദരിക്കൽ ചടങ്ങിൽ ഒഴിവാക്കിയപ്പോൾ തുടങ്ങിയതാണ് സ്റ്റാലിൻ ആർ.എൻ. രവി പോര്. മന്ത്രിസഭ 2 തവണ പാസാക്കിയ ബില്ലുകളിൽ അടയിരുന്ന ശേഷം രാഷ്ട്രപതിക്ക് അയച്ച നടപടിയാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. ഇനി ഗവർണർ ഒപ്പിടാതിരുന്ന 10 ബില്ലുകളും നിയമമാണ് എന്ന് കൂടിയാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയത്. തമിഴ്നാട്ടിൽ മെഡിക്കൽ ബിരുദത്തിന് നീറ്റ് പരീക്ഷ ഒഴിവാക്കിയ നടപടി കൂടി കോടതി ശരിവച്ചിരിക്കുന്നുവെന്ന് സാരം. ഇത് തമിഴ്നാടിന് മാത്രമല്ല, കേരളത്തിൽ സർക്കാരുമായി തെരുവ് പോരിനിറങ്ങിയ, ബില്ലുകളിൽ അടയിരുന്ന വിദ്യാർത്ഥികളുമായി പോരിനിറങ്ങിയ ആരിഫ് മുഹമ്മദ് ഖാൻ കൂടി ഏറ്റ തിരിച്ചടിയല്ലേ? ഗവർണർ രാജിന് തിരിച്ചടിയോ എന്നതാണ് ചോദ്യം. CPM-ൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, BJP-യിൽ നിന്നും അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, രാഷ്ട്രീയ നിരീക്ഷകൻ A. സജീവൻ എന്നിവരാണ് അതിഥികളായി ഉള്ളത്. ആദ്യം നിയമപരമായ വിലയിരുത്തലിന് മുമ്പ് രാഷ്ട്രീയ പ്രതികരണമാണ് ആദ്യം വേണ്ടതെന്ന് തോന്നുന്നു. അരുൺകുമാർ, സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധി, അതിൽ കേരളത്തിന്റെ വിധി കൂടി ഇന്ന് പ്രതീക്ഷിച്ചാണ്, പക്ഷേ അത് അടുത്ത മാസം 13-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. പക്ഷേ ഇത് ഒരു ഗവർണർ, തമിഴ്നാട് ഗവർണർക്ക് മാത്രമായിട്ടുള്ള വിധിയല്ല. അപ്പോൾ എങ്ങനെ ഇത് കാണുന്നു ഈ വിധിയെ? കഴിഞ്ഞൊരു 3-3.5 വർഷമായി പല ചർച്ചകളിലും ഞങ്ങൾ വന്ന് സാധൂകരിക്കാൻ, വാദിക്കാൻ ശ്രമിച്ച പോയിന്റുകൾ തന്നെയാണ് സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ ഏറ്റവും ഭംഗിയായി ഉൾപ്പെട്ടിട്ടുള്ളത്. പല ഘട്ടത്തിലും ഞങ്ങളെ ഖണ്ഡിക്കാൻ വേണ്ടി ഭരണഘടനയെ തന്നെ തള്ളിപ്പറയുകയാണ് വലതുപക്ഷ പ്രതിനിധികളായി വന്ന പലരും ചെയ്തത്. ഒരു ബില്ല് നിയമസഭ പാസാക്കി ഗവർണർക്ക് അയച്ചാൽ ഒന്നെങ്കിൽ അതിന് അംഗീകാരം കൊടുക്കാം, അല്ലെങ്കിൽ അത് നിയമസഭയ്ക്ക് തന്നെ തിരിച്ചയക്കാം, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം. രാഷ്ട്രപതിക്ക് അയക്കുന്നത് ഇന്ന മാനദണ്ഡങ്ങൾ പ്രകാരമുള്ളതാണെങ്കിൽ, പ്രത്യേകമായി പറഞ്ഞാൽ ഹൈക്കോടതിയുടെ അധികാര പരിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ ദേശീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം അത് കൃത്യമായി തന്നെ നിർവചിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ബില്ലുകളിൽ ഒന്നെങ്കിൽ അംഗീകാരം കൊടുക്കണം, അല്ലെങ്കിൽ തിരിച്ചയക്കണം. പക്ഷേ കേരളത്തിൽ, തമിഴ്നാട്ടിൽ, ആന്ധ്രയിൽ, പഞ്ചാബിൽ, ഡൽഹിയിൽ, അതുപോലെ തന്നെ ബംഗാളിൽ നമ്മൾ പല ഘട്ടത്തിലും കണ്ടു ഗവർണർമാർ പച്ചയായ രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമായി ഈ ബില്ലുകൾക്ക് മേൽ വർഷങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാഴ്ച നാം കണ്ടു. കേരളം സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതിയാണ് പറഞ്ഞത്, ബില്ലുകൾക്കുമേൽ അടയിരിക്കുന്നവരായി ഗവർണർമാർ അധംപതിക്കരുത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തീ കൊണ്ട് തലചൊറിയരുത് എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി കേരളത്തിന്റെ ഗവർണറോട് സുപ്രീം കോടതി. മൂന്നാമത് പറഞ്ഞു, ഞങ്ങൾ അതിശക്തമായിട്ടുള്ള ഉത്തരവ് പാസാക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ചില ബില്ലുകളിൽ ഒപ്പിട്ടു, ചില ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുന്ന സാഹചര്യം അന്ന് നാം കണ്ടത്. പിന്നീട് രാഷ്ട്രപതിയും 1.5 വർഷം ആ ബില്ലുകൾക്ക് മേൽ അതേപോലെ തന്നെ അടയിരിക്കുന്ന കാഴ്ച നാം കണ്ടു. അത്തരത്തിൽ നിരവധി സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യം കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും പഞ്ചാബിലും എല്ലാം നാം അടുത്ത കാലത്ത് കണ്ടു. അത്തരത്തിൽ ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്ന, ഗവർണർമാർ പച്ചയായി രാഷ്ട്രീയം കളിക്കുന്ന, അല്ലാത്ത അധികാരം എടുത്ത് പ്രയോഗിക്കുന്ന, ആർട്ടിക്കിൾ 153 മുതൽ 165 വരെ കൃത്യമായി ആരാണ് ഗവർണർ, എന്താണ് ഗവർണറുടെ അധികാരം, പദവി എന്നതിനെ കുറിച്ചെല്ലാം കൃത്യമായി വിശദീകരിക്കുമ്പോൾ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ച സാഹചര്യത്തിന് കിട്ടിയ ചുട്ടയടിയും, ഇത്തരത്തിൽ കുറെ നാളായി പൊതുസമൂഹത്തിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടിയും ഇതൊരു കൃത്യമായിട്ടുള്ള പ്രീസിഡന്റായി മാറി. ഗവർണർമാർ കൃത്യമായി മന്ത്രിസഭയ്ക്ക് വിധേയമായി മാത്രമേ പ്രവർത്തിക്കാവൂ എന്നുള്ള അതിശക്തമായിട്ടുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു നിയമസഭ എന്ന് പറഞ്ഞാൽ ജനാഭിലാഷങ്ങൾ പ്രതിഫലിക്കുന്ന സഭയാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത നിയമസഭാ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സഭയാണ്. ആ സഭ പാസ്സാക്കുന്ന ഒരു ബില്ല്, അത് ആ ബില്ല് അങ്ങ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിൽ ഒന്നെങ്കിൽ അംഗീകരിക്കാം, അല്ലെങ്കിൽ അത് തിരിച്ചയക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് രാഷ്ട്രപതിക്ക് അയക്കണം. അതിന് 1 മാസം, 3 മാസം, വീണ്ടും 1 മാസം കൃത്യമായിട്ട് കാലാവധി നിശ്ചയിച്ചു. ഒരിക്കൽ നിയമസഭയ്ക്ക് തിരിച്ചയച്ച് ഒറ്റ കാര്യം യെസ്, നിയമസഭ അംഗീകരിച്ച് തിരിച്ചു വന്നാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിയമസഭ അംഗീകരിച്ച് വീണ്ടും രണ്ടാമതും ഗവർണർക്ക് അയച്ചാൽ പിന്നെ ഗവർണർക്ക് അതിൽ അടയിരിക്കാനോ വീണ്ടും രാഷ്ട്രപതിക്ക് അയക്കാനോ കഴിയില്ല. അത് കൃത്യമായി അംഗീകരിച്ചേ പറ്റൂ. അതുപോലെ തന്നെ പിന്നെ അത് കോടതിക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു എന്നിടത്താണല്ലോ. അതെ, അതെല്ലാം ദുർവ്യാഖ്യാനം ചെയ്ത്
അത് ദുർവ്യാഖ്യാനം ചെയ്ത് ഇല്ലാത്ത പദവിയെടുത്ത് വിനിയോഗിച്ച്, അതുപോലെ തന്നെ രാഷ്ട്രപതി ഒരു ബില്ല് റിജക്ട് ചെയ്താലും ജുഡീഷ്യൽ സ്കൂട്ടനിക്ക് വിധേയമല്ല എന്ന് പറഞ്ഞ ശ്രീ ചന്ദ്രചൂഡിന്റെ അടക്കമുള്ള വിധിന്യായം അത് മുൻകാല വിധിന്യായങ്ങൾ പരിശോധിക്കാതെ ഉണ്ടാക്കിയ വിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ഇതുവരെ ഉയർന്നു വന്ന എല്ലാ ചോദ്യങ്ങൾക്കും, രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കടക്കമുണ്ടായ സംശയങ്ങൾക്കും ഭരണഘടനാ വിദ്യാർത്ഥികൾക്കുണ്ടായിട്ടുള്ള ആശങ്കയും പരിഹരിക്കുന്ന സുപ്രധാനമായിട്ടൊരു വിധിയാണ് ഈ വിധി. കഴിഞ്ഞ 3-3.5 കൊല്ലമായി ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ ഉന്നയിക്കുകയും പ്രത്യേകിച്ച് അത് സുപ്രീം കോടതിയിലടക്കം കൊണ്ടുപോയി വലിയ സംവാദാത്മകമാക്കി മാറ്റി ഡൽഹിയിലടക്കം നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തി അതിന് കിട്ടിയ ഒരു വലിയ അംഗീകാരമായിട്ട് തന്നെയാണ് ഈ വിധിന്യായത്തെ കാണുന്നത്. ശരി, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഇപ്പോൾ ഗവർണർമാരെ ഉപയോഗിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ അജണ്ട, കേന്ദ്ര സർക്കാരിന്റെ അജണ്ട നടപ്പാക്കുക എന്ന ലക്ഷ്യമായിരുന്നു. അതിനേറ്റ തിരിച്ചടിയാണ്, കേന്ദ്ര സർക്കാരിന്റെ മുഖത്തിനേറ്റ അടി എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. എന്താണ് BJPയുടെ പ്രതികരണം? CPI ഈ രാജ്യത്താകെ കേരളത്തിലെ മന്ത്രിസഭയുടെ ഭാഗമായി ഒരു ചെറിയ 2 വകുപ്പ് കൈയാളുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അവരൊരു ദേശീയ പാർട്ടിയാണോ എന്നുള്ളത് അവർ തന്നെ സ്വയം ആലോചിക്കേണ്ടതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഗവർണറുടെ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPക്ക് എന്ത് മുഖത്തടിയേൽക്കാനാണ്? ഈ രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് BJP ആണ്. അത് ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ലല്ലോ, ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുള്ള ബില്ലുകൾ പിടിച്ചു വച്ചു എന്ന് പറയുന്ന വിഷയത്തിൽ ഏതൊക്കെ ബില്ലുകളാണ് പിടിച്ചു വച്ചത്? ആ പിടിച്ചു വെക്കപ്പെട്ട ബില്ലുകൾ കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ടോ ഭരണഘടനയുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിൽ കോൺഫ്ലിക്റ്റ് ഉള്ളതാണോ എന്നുള്ളതല്ലേ ആദ്യം പരിശോധിക്കേണ്ടത്. ബഹുമാനപ്പെട്ട കോടതി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള വിധി എനിക്കറിയില്ല താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ, ഈ പാനലിലുള്ള മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. എന്തായാലും ഞാൻ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് വരെ ശ്രമിച്ചിട്ടും അത് അപ്ലോഡായി കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ വിധിയുടെ അന്തസത്ത പൂർണ്ണമായും എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച്, അതിലെന്തൊക്കെ പരാമർശങ്ങളാണ് ഉള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ഇതിനു മുൻപുണ്ടായത് പഞ്ചാബ് സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള 2023 നവംബർ 10 സുപ്രീം കോടതി വിധിയാണ്. അതിലാണ് ഗവർണർ ഈ തരത്തിൽ ബില്ലുകൾ പിടിച്ചു വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഗവർണർ പിടിച്ചു വെച്ചു എന്ന് പറയുന്ന ആരോപണമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് വിധി പറഞ്ഞിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ജഡ്ജി അടക്കം ഉൾപ്പെട്ടിട്ടുള്ള ചീഫ് ജസ്റ്റിസിന്റെ 3-അംഗ ബെഞ്ചിന്റെ വിധി വന്നത്. ആ വിധിയിൽ ആർട്ടിക്കിൾ 200 പറയുന്ന പ്രൊവൈസോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്ന ഭാഗം എടുത്തു പറഞ്ഞിട്ട് കോടതി പറഞ്ഞത് ആ നടപടികൾ പൂർത്തിയാക്കാൻ ഗവർണർമാർ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ്. അതിലൊരു ടൈം ലിമിറ്റ് വെക്കുകയോ അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിക്രമത്തിന് ഏതെങ്കിലും ഒരു വിവക്ഷ കൊണ്ടുവരികയോ കോടതി ആ കേസിൽ ചെയ്തില്ല. അതേസമയം തന്നെ കോടതി ആ കേസിൽ പ്രധാനമായിട്ടുള്ള അതിനു മുൻപുള്ള സുപ്രീം കോടതി വിധികളെല്ലാം പരിശോധിക്കുകയും ഉദ്ധരിക്കുകയും എല്ലാം ചെയ്തിട്ടുമുണ്ട്. ഇന്ന് നമ്മൾ പുറത്തു വന്നു എന്ന് പറയുന്ന വാർത്തകളിൽ പറയുന്ന പ്രധാനപ്പെട്ട പല വിഷയങ്ങളും അത് നേരത്തെ 2023 സുപ്രീം കോടതി പരിശോധിക്കുകയും അതിൽ ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ള പ്രൊവൈസോ അങ്ങനെ തന്നെ അംഗീകരിക്കുകയും അത് കൺസിഡർ ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറയുകയും ചെയ്തത് അവിടെ തന്നെ നിലനിൽക്കുകയാണ്. ഇത് 2-അംഗ ബെഞ്ചിന്റെ വിധിയാണ്. അപ്പോൾ അതെന്താണ് മനസ്സിലാക്കേണ്ടത്? സുപ്രീം കോടതിയിൽ നിന്നും നേരത്തെ തന്നെ വിധികൾ ഉണ്ടായിട്ടും അതനുസരിക്കാത്ത ഗവർണർമാരാണ് എന്നതാണോ പറഞ്ഞതിന്റെ അർത്ഥം? ഈ പറഞ്ഞ ഈ ബില്ലുകൾ എത്രയും കാലം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നും അത് 1 മാസത്തിനുള്ളിൽ പരമാവധി 3 മാസം അതിനുള്ളിൽ അതിൽ തീരുമാനമുണ്ടാക്കണമെന്നുമാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതിലപ്പുറം ഗവർണർമാർ മന്ത്രിസഭയുടെ ഉപദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. പുതിയ കാര്യമല്ല, പക്ഷേ സുപ്രീം കോടതി അത് ഓർമ്മിപ്പിക്കുകയാണ്. മന്ത്രിസഭയ്ക്ക് മുകളിലല്ല ഗവർണർ എന്ന ഗവർണർമാരെ ഓർമ്മിപ്പിക്കേണ്ട സ്ഥിതിയിലേക്ക് വരികയാണ്. ഇനി പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞതിന് സ്മൃതി ചോദിച്ച ചോദ്യവുമായി ബന്ധമില്ല. അങ്ങ് ചോദിച്ചതോ അങ്ങ് ഇപ്പോൾ എന്നോട് വീണ്ടും ചോദിച്ചതോ ആയിട്ടുള്ള ചോദ്യത്തിന് ഞാൻ പറഞ്ഞതുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞത് സുപ്രീം കോടതി നേരത്തെ പറഞ്ഞ വിധിയിൽ ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ള ആർട്ടിക്കിൾ 200 വിവക്ഷ അങ്ങനെ തന്നെ അതിന്റെ പ്രൊവൈസോ അങ്ങനെ തന്നെ അനുസരിക്കാൻ ഗവർണർമാർ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. അതിൽ അങ്ങനെ ഒരു ടൈം ലിമിറ്റ് ആ വിധിയിൽ പറഞ്ഞില്ല. ഇന്നത്തെ വിധിയിൽ ടൈം ലിമിറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞ് പുറത്തു വരുന്ന വാർത്തകൾ മാത്രമേ നമുക്ക് അറിവായിട്ടുള്ളൂ. അതിൽ സ്വാഭാവികമായും പൂർണ്ണമായ വിധി പുറത്തു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് അതിന്റെ കാര്യങ്ങൾ കോടതി
സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടി കഴിയും. അങ്ങനെ പറഞ്ഞു എന്നിരിക്കട്ടെ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ചിന്റെ ഒരു വിധി ഉണ്ടാകുമ്പോൾ അതിനെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിലും ഇനി അതല്ല ഗവർണറെ സംബന്ധിച്ചാണെങ്കിലും അഗ്രീവ്ഡ് പാർട്ടീസ് ആരാണോ അവരെ സംബന്ധിച്ചാണെങ്കിലും ആ വിധിയെ വീണ്ടും അപ്പീൽ ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതകളും തുറന്നു കിടക്കുന്നുണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ വിഷയം കൂടിയാണ് പ്രധാനമായിട്ടും. അതിന്റെ പ്രധാനപ്പെട്ട തടഞ്ഞു വെച്ച 10 ബില്ലുകൾ, രാഷ്ട്രപതിക്ക് അയച്ച 10 ബില്ലുകൾ, അത് തീരുമാനമായിരിക്കും, അത് നിയമമായിരിക്കുന്നു എന്നാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കും. അപ്പോൾ അതിന്മേൽ അപ്പീൽ പോകാൻ ആലോചിക്കുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? ഞാൻ അപ്പീൽ പോകാൻ ആലോചിക്കുന്നു എന്നല്ലല്ലോ പറഞ്ഞത്. അങ്ങ് ഞാൻ പറഞ്ഞത് കൃത്യമായി കേൾക്കണ്ടേ? ഞാൻ പറഞ്ഞത് അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ 2 അംഗ ബെഞ്ചിന്റെ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഭരണഘടനാ ബെഞ്ചിനെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആർട്ടിക്കിൾ 200 പറയുന്നതിനപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ ഒരു കോടതി വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ 3 അംഗ ബെഞ്ചിന്റെ വിധി നിലനിൽക്കുമ്പോൾ ഒരു 2 അംഗ ബെഞ്ചിന് പോകാൻ കഴിയുമോ എന്നുള്ളത് ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നമാണ്. മറ്റൊന്ന്, ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, ഈ ആർട്ടിക്കിൾ 200 പ്രൊവൈസോയിൽ പറയുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ ഒരു കോടതി വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമ്പോൾ അതിന്റെ ഭരണഘടനാപരമായിട്ടുള്ള മറ്റു വസ്തുതകൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. മറ്റൊരു കാര്യമുള്ളത്, ബഹുമാനപ്പെട്ട ഗവർണർമാരെ സംബന്ധിച്ച് അത് ഏത് സംസ്ഥാനത്തിന്റെ ആണെങ്കിലും ആര് ഭരിക്കുന്നതാണെങ്കിലും ഗവർണർമാർക്ക് ഭരണഘടന വിഭാവനം ചെയ്ത് നൽകിയിട്ടുള്ള ഏതെങ്കിലും അധികാരത്തിലേക്ക് ഈ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിക്ക് പരിഗണിക്കാൻ കഴിയൂ. ഈ വിഷയങ്ങൾ നേരത്തെ SR ബൊമ്മെ കേസിലാണെങ്കിലും അത്തേവാല കേസിലാണ്, രാംദാസ് അത്തേവാല കേസിലാണെങ്കിലും ഒക്കെ പരിഗണിക്കപ്പെട്ടു പോയിട്ടുള്ള വിഷയങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളില്ല. അതിന്റെ സാങ്കത്യവും അതിന്റെ നിയമവശങ്ങളും അതുകൊണ്ട് സാധ്യതകളെയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. രാഷ്ട്രീയമായി തിരിച്ചടിയാണോ? അതൊന്ന് പറയാമോ? രാഷ്ട്രീയമായി ഇതിലെന്താ തിരിച്ചടിയുള്ളത്? ഗവർണർമാർ തീരുമാനമെടുക്കേണ്ടത് നിയമസഭകൾ പാസാക്കുന്ന ബില്ലിൽ ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് യോജിക്കാത്ത വിഷയങ്ങളുണ്ടോ, കേന്ദ്ര നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, അങ്ങനെ കേന്ദ്ര നിയമത്തിനോ ഭരണഘടനക്കോ എതിരായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രൊവിഷനോ പ്രൊവൈസോയോ ഏതെങ്കിലും ഒരു സംവിധാനത്തിനോ എതിരായിട്ടുണ്ടെങ്കിൽ ഗവർണർമാർക്ക് അവരുടെ ഒന്നുകിൽ അവർക്കത് തിരിച്ചയക്കാം, ഇതല്ലെങ്കിൽ അവർക്ക് തീരുമാനമെടുക്കാം, അതല്ലെങ്കിൽ അവർക്ക് പ്രസിഡന്റിന്റെ കൺസെന്റിന് വേണ്ടി വിടാം. അങ്ങനെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ അവർക്ക് അനുകൂലമായ തീരുമാനമാണല്ലോ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. അവരുടെ ഗവർണർ RN രവിക്കേറ്റ തിരിച്ചടിയാണ്. ഗവർണറുടെ തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്നാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധിയിൽ നിന്നും ബോധ്യമാകുന്നത്. ശ്രീ കൃഷ്ണദാസ്, ബഹുമാനപ്പെട്ട സ്മൃതി, അങ്ങ് വായിച്ചതുപോലെയല്ല ഞാൻ ഈ പറയുന്ന പുറത്തു വന്ന ഭാഗങ്ങളെ വായിച്ചത്. അതിന്റെ കാരണം ഗവർണർ അത് കയ്യിൽ വച്ചിരിക്കുന്നത് നേരത്തെ 3 അംഗ ബെഞ്ചിന്റെ വിധി ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞത് കോടതി ഒരു ടൈം ലിമിറ്റ് വെച്ചു എന്നിരിക്കട്ടെ. അതാ ഞാൻ പറഞ്ഞത്, അതിൽ ഭരണഘടനാപരമായി കോടതി ഒരു ടൈം ലിമിറ്റ് വെച്ചാലും ഇത് അന്തിമമായി ഭരണഘടനാ ബെഞ്ചിന് വിധേയമായി പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. പ്രധാനപ്പെട്ട വിഷയമാണ്. നിയമവിദഗ്ധർക്ക് കൂടുതൽ നന്നായി ഇതിൽ പറയാൻ പറ്റും. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, സുപ്രീം കോടതി അഭിഭാഷകൻ. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഈ പഞ്ചാബ് ഗവർണർക്കെതിരായ കേസിലെ വിധി ശരിവെച്ചുകൊണ്ടുകൂടിയാണ് സുപ്രീം കോടതി ഇന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ബലത്തിലാണ് ഈ തീരുമാനമെടുത്തത്. ഇതുവരെ തമിഴ്നാട് ഗവർണർ എന്നുള്ള വാദം അവിടെ പൊളിയുകയാണ്. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർക്ക് മുന്നിൽ 3 സാധ്യതകൾ, ആ 3 സാധ്യതകൾ എന്താണെന്ന് വളരെ കൃത്യമായി ഇന്നത്തെ ഉത്തരവിൽ പറയുകയാണ്. ഇനി നോക്കുകയാണെങ്കിൽ ഗവർണറുടെ അധികാര പരിധിയുമായി ബന്ധപ്പെട്ട നേരത്തെയും സുപ്രീം കോടതിയിൽ നിന്ന് നിരവധി വിധികൾ ഉണ്ടായിട്ടുണ്ട്. നബാം റാബിയ കേസ് 2016, ഷംസേർ സിംഗ് കേസ് 1974 കേസാണ്. രാമേശ്വർ പ്രസാദ് കേസ് 2006, R.A. മേത്ത കേസ് 2013, ഏറ്റവും ഒടുവിൽ പഞ്ചാബ് ഗവർണർ കേസ് 2023. അപ്പോൾ നിരവധി വിധികൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ വിധികൾ അവിടെ നിൽക്കെ തന്നെ ഗവർണർമാർ ഈ അധികാര പരിധി ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് നമ്മുടെ വർത്തമാനകാല യാഥാർത്ഥ്യം. അപ്പോൾ ഇന്നത്തെ വിധി എങ്ങനെ വ്യത്യസ്തമാകുന്നു? അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇത് ഗവർണർമാർക്കുള്ള കൃത്യമായ നിയന്ത്രണ രേഖ വരയ്ക്കുന്ന ഒരു ഉത്തരവായി കാണാൻ പറ്റുമോ? അതെ, ഇന്നത്തെ വിധി വ്യത്യസ്തമായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ടൈം ലിമിറ്റ് പ്രിസ്ക്രൈബ് ചെയ്തു എന്നുള്ളതാണ്. അതായത് നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ആർട്ടിക്കിൾ 200 പറയുന്നത് നിയമസഭ പാസ്സാക്കുന്ന ഒരു ബില്ല് ഗവർണറുടെ കൺസിഡറേഷന് വരുമ്പോൾ ഗവർണർക്ക് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ്. ഒന്നുകിൽ ഗവർണർക്ക് അത് സമ്മതിക്കാം, അസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹി ഷാൽ വിത്ത്ഹോൾഡ് ഹിസ് അസെന്റ് എന്നാണ് പറയുന്നത്. അതായത് അതിന് സമ്മതം കൊടുക്കാതിരിക്കാം. അതല്ലെങ്കിൽ മൂന്നാമത് അദ്ദേഹത്തിന്റെ പ്രസിഡന്റിന് അത് റിസർവ് ചെയ്യാം.
അസെൻഡ് ചെയ്യുകയാണെങ്കിൽ ഉടനെ ചെയ്യുക. ഷാൽ എന്നാണ് പറയുന്നത്. ഷാൽ എന്ന് പറഞ്ഞാൽ ചെയ്യണം എന്ന് മാൻഡേറ്ററി ആണ് ലോയിൽ. അസെൻഡ് വിത്ത്ഹോൾഡ് ചെയ്യുകയോ പ്രസിഡന്റിന് അയക്കുകയോ ചെയ്യുകയാണെങ്കിൽ 1 മാസത്തിനകത്ത് ചെയ്യണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. 1 മാസത്തിനകത്ത് ചെയ്യണം. അതിനുശേഷം സഭയ്ക്ക് അത് അയക്കുകയാണെങ്കിൽ, സഭയ്ക്ക് തിരിച്ചയക്കുകയാണെങ്കിൽ അത് 3 മാസത്തിനകത്ത് ചെയ്യണം. സഭയ്ക്ക് ഗവർണർക്ക് ഈ ചില നിർദ്ദേശങ്ങളോടുകൂടി സഭയ്ക്ക് തിരിച്ചയക്കാം, ഈ ബില്ല് റീകൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ റീകൺസിഡർ ചെയ്തിട്ട് സഭ വീണ്ടും ഇത് ഗവർണർക്ക് അയക്കുകയാണെങ്കിൽ ഗവർണർ അതിൽ ഒപ്പിടാൻ ബാധ്യസ്ഥനാണ്. പിന്നീട് രണ്ടാമത് തിരിച്ചയക്കുന്ന വേളയിൽ ഗവർണർക്ക് ഇത് പ്രസിഡന്റിന് അയക്കാൻ കഴിയില്ല. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതില് നേരത്തെ സമയപരിധി ഇല്ലായിരുന്നു, പെട്ടെന്ന് ചെയ്യണം എന്നുള്ളത്. നേരത്തെ താങ്കൾ സൂചിപ്പിച്ച എല്ലാ വിധികളിലും ഫെഡറൽ സംവിധാനത്തിന്റെ അതിന്റെ ആ ഒരു ഗൗരവം എത്രത്തോളമാണെന്ന് പറയുമ്പോഴും ഗവർണർ ഭരണഘടന വിധേയമായി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണെന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു സമയപരിധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. തമിഴ്നാട് ഗവർണർ ഇപ്പോൾ ചെയ്ത നടപടികളുടെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതിക്ക് ഇങ്ങനെ ഇടപെടേണ്ടി വന്നത്. ഇതിൽ സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ RN രവി ചെയ്തത് ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ചെയ്തത് സതുദ്ദേശപരമായിരുന്നില്ല എന്നാണ്. അതായത് നോട്ട് ബോണഫൈഡി എന്നാണ് പറയുന്നത്. മാലഫൈഡി എന്നുള്ള വാക്ക് ദുരുദ്ദേശം എന്നാണ്. ദുരുദ്ദേശം എന്ന് പറയുന്നതിന് കുറച്ചുകൂടി മയത്തില് സതുദ്ദേശപരമായിരുന്നില്ല എന്നാണ് പറയുന്നത്. സാധാരണ നല്ല ഭരണഘടന കീഴ്വഴക്കം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വിധി തിരിച്ചടി വന്ന സ്ഥിതിക്ക് ഗവർണർ അവിടെ രാജിവെച്ചു പോവുക എന്നുള്ളതാണ്. ഗവർണർ ചെയ്ത നടപടി തികച്ചും ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം നല്ല ഉദ്ദേശത്തോടു കൂടി അല്ല അത് ചെയ്തതെന്നും പറയുകയാണ്. പിന്നെ സുപ്രീം കോടതി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് അത് ഭരിക്കണമെങ്കിൽ അതിൽ ഗവർണർക്ക് എന്താണ് റോള്, അത് ഒരു ഡേ ടു ഡേ അഫയേഴ്സ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടു പോകുന്നതിൽ തടസ്സം നിൽക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള കുറെ തത്വങ്ങൾ വീണ്ടും ഊന്നി പറയുകയുണ്ടായി. ഇവിടെ നേരത്തെ സംസാരിച്ച പ്രതിനിധി ഇതിനെതിരെ അപ്പീൽ പോകുമെന്നൊക്കെ സൂചിപ്പിച്ചു. ഇതിനെതിരെ അപ്പീലില്ല. സുപ്രീം കോടതിയുടെ വിധികൾ ഡിവിഷൻ ബെഞ്ച് ആണെങ്കിലും ഫൈനലാണ്. സുപ്രീം കോടതി അവസാനത്തെ കോടതിയാണ്. സുപ്രീം കോടതിയുടെ വിധി ഫൈനലാണ്. പിന്നെ ഇതിനകത്ത് വേറെ ഏതെങ്കിലും ബെഞ്ചിൽ ഇതിന്റെ ഏതെങ്കിലും ഈ വിധിയിൽ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ സംശയം ഉണ്ടാവുകയോ അത് ലാർജർ ബെഞ്ചിനെ റെഫർ ചെയ്യുകയോ ചെയ്താൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താൻ കഴിയൂ. ഇപ്പോൾ ഇതാണ് നിയമം. ഇതിന് മുകളിൽ അപ്പീലില്ല. റിവ്യൂ എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ ഉണ്ട്. റിവ്യൂ പെറ്റീഷൻ ഈ കോടതിയിൽ ഇതേ ബെഞ്ചിന്റെ മുമ്പിൽ തന്നെയാണ് വരുന്നത്. അത് സാധാരണഗതിയിൽ ചേംബറില്ല, വാദം കേൾക്കാറില്ല. അഭിഭാഷകർക്ക് അവിടെ പ്രവേശനമില്ല. ജഡ്ജസ് തന്നെ അത് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും അതുപോലുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് റിവ്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു റെമഡി സാധാരണഗതിയിൽ എക്സസൈസ് ചെയ്യാറില്ല. അപ്പോൾ ഈ വിധി നമ്മെ സംബന്ധിച്ചിടത്തോളം അന്തിമമാണ്. ഇത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഇതുപോലുള്ള സമാനമായിട്ടുള്ള കേസുകളിൽ രാജ്യത്തുള്ള നേരത്തെ കേരളത്തിന്റെ കാര്യം പറയൂ. കേരളത്തിന്റെ കേസ് ഇന്ന് കേരളത്തിന് വേണ്ടി വാദിച്ച അഭിഭാഷകൻ ശ്രീ KK വേണുഗോപാല് ഈ ബെഞ്ചിലേക്ക് തന്നെ ഇത് വെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് ചീഫ് ജസ്റ്റിസ് ആണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും അദ്ദേഹം അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാക്കുന്നത് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ? കാരണം സമാനമായ കേസാണ്, ഇതേപോലെ തന്നെ ബില്ലുകൾ തടഞ്ഞു വെച്ച കാര്യമാണ്. 23 മാസത്തോളം തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 23 മാസമായി 7 ബില്ലുകൾ തടഞ്ഞു വെച്ചത് എന്നാണ് കേരളം വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന്മേൽ ഇനി അത് മെയ് 13-ാം തീയതിയിലേക്ക് എന്ന് മാറ്റിവെക്കാനുള്ള കാരണം എന്താണ്? കാരണം ഇന്നത്തെ വിധി ബാക്കി ബെഞ്ചുകൾക്ക് ബൈൻഡിങ് ആണ്. ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി അത് നിയമമായിരിക്കുകയാണ്. അപ്പോൾ ആ വിധി അതിലെ അന്തസ്സത്ത പാലിച്ചുകൊണ്ട് വേണം ഇനിയുള്ള വിധികൾ വരാൻ. ഇത് ഈ വിധി മറികടക്കാത്തിടത്തോളം, ഈ വിധി അവിടെ നിൽക്കുന്നിടത്തോളം ഇന്നത്തെ വിധിയിൽ പറഞ്ഞിരിക്കുന്ന ന്യായങ്ങൾ അത് വെച്ച് വേണം ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ഓരോ കേസുകളുടെയും വിധി പറയേണ്ടത്. അതായത് കേരളത്തെ സംബന്ധിച്ച പ്രതീക്ഷയ്ക്ക് വകയുള്ളത് തന്നെയാണ്. അതെ, നിയമം ഗവർണർക്ക് എന്തൊക്കെ സാഹചര്യങ്ങളിൽ നിയമം അസെൻഡ് ചെയ്യാൻ പറ്റും, അസെൻഡ് വിത്ത്ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞത് കേരളത്തിലെ ഗവർണർക്ക് അയച്ചു കൊടുത്ത ബില്ലുകളുടെ കാര്യത്തിലും ബാധകമാണ്. അപ്പോൾ ഇതുപോലെ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാടിൻ്റേത് പോലുള്ള സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ബില്ല് രണ്ടാമത് അയച്ചതിന് ശേഷം തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പോക്കറ്റ് വീറ്റോ എന്നൊരു പ്രയോഗം ഇന്ത്യയിലില്ല, നമ്മുടെ ഭരണഘടനയിൽ അത് അനുവദിച്ചിട്ടില്ല എന്നാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞത്. നേരത്തെ പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത് ഭരണഘടനയിൽ സമയം പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് നേരത്തെ പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ് ഒരു പ്രാവശ്യം രാജീവ് ഗാന്ധി അയച്ച ഒരു ബില്ല് ഒപ്പിടാതെ തിരിച്ചയക്കാതെ കയ്യിൽ വെച്ചു. അതിന് പോക്കറ്റ് വീറ്റോ എന്ന് പറയും. തിരിച്ചയക്കുന്നില്ല, ഒപ്പിടുന്നുമില്ല, അസന്റ് കൊടുക്കുന്നുമില്ല. അപ്പൊ അത് വീറ്റോ ആയിപ്പോയി. അത് ചെയ്യാൻ പാടില്ല. ഇന്നത്തെ സുപ്രീം കോടതി വിധിയോട് കൂടി അത് പോയിരിക്കുകയാണ്. പോക്കറ്റ് വീറ്റോ ഇനി ആർക്കും എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഗവർണർക്ക് മാത്രമല്ല,
ഈ വിധി ഇന്ത്യൻ രാഷ്ട്രപതിക്കും ബാധകമാണ്. കാരണം ഇപ്പോൾ വഖഫ് ബില്ലിന്റെ കാര്യത്തിൽ രാഷ്ട്രപതിയെ കാണുന്നു എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ അത് പ്രാബല്യത്തിൽ വന്നു. പക്ഷെ രാഷ്ട്രപതി പോയി പറയുകയാണ് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്, താങ്കൾ ഇതിൽ ഒപ്പിടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുപ്രീം കോടതി വിധി എടുത്ത് കാണിച്ചിട്ട് ഞാൻ ഒപ്പിടാൻ ബാധ്യസ്ഥയാണ്, അല്ലെങ്കിൽ തിരിച്ചയക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേണം എന്നുള്ള രീതിയിൽ പറയാൻ കഴിയും. അപ്പൊ ഇത് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ഒക്കെ ബാധകമാണ്. സുപ്രീം കോടതി ലേഡ് ഡൗൺ ചെയ്ത നിയമമാണ്. ഈ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഇതാണ് ഭരണഘടന. ഇനി ഈ വിധിയുടെ വെളിച്ചത്തിൽ വേണം വായിക്കാൻ. ഏതെങ്കിലും ഗവർണർമാർക്ക് നിയമത്തെ ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഇപ്പൊ തടയിട്ടിരിക്കുകയാണ്. ചെയ്യാം. ഇപ്പോഴും ഗവർണർക്ക് ഡിസ്ക്രിഷണറി പവർ ഉണ്ട്. എവിടെയാണ്? ഭരണഘടനയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന വിവേചനാധികാരം. അതായത് ഈ ആർട്ടിക്കിൾ 200 തന്നെ പറയുന്നുണ്ട്, ഹൈക്കോടതിയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ഏതെങ്കിലും ബില്ല് വരികയാണെങ്കിൽ ഗവർണർ അത് തീർച്ചയായിട്ടും പ്രസിഡന്റിന്റെ, രാഷ്ട്രപതിയുടെ കൺസിഡറേഷൻ അയച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വിവേചനം പൂർണ്ണമായിട്ട് പോകുന്നില്ല. വിവേചനം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ ഗവർണർക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ രാഷ്ട്രപതിക്ക് അയക്കാവുന്നതാണ്. പരിശോധിച്ചിട്ട് ഈ ബില്ല് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയ ഏതെങ്കിലും നിയമങ്ങൾക്ക്, പ്രാബല്യത്തിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് തോന്നുകയാണെങ്കിൽ ആദ്യത്തെ തവണ തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രപതിക്ക് അത് അയക്കാവുന്നതാണ്. പക്ഷെ ഒരു പ്രാവശ്യം കൺസിഡർ ചെയ്ത് തിരിച്ചയച്ചതിന് ശേഷം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി വീണ്ടും ഗവർണർക്ക് അത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഗവർണർ അതിൽ ഒപ്പിടാൻ ബാധ്യസ്ഥനാണ്. രണ്ടാമത് രാഷ്ട്രപതിക്ക് അയക്കാൻ കഴിയില്ല എന്നാണ് ഇന്നത്തെ വിധി പറഞ്ഞത്. അതാണ് തമിഴ്നാടിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ശ്രീ എ സജീവനിലേക്ക് വരാം. ശ്രീ എ സജീവൻ, ഇവിടെ രാഷ്ട്രീയം കളിച്ച ഒരു ഗവർണറാണ് ഇപ്പോൾ ബീഹാറിലേക്ക് പോയിരിക്കുന്നത്, ആരിഫ് മുഹമ്മദ് ഖാൻ. അത് തെരുവ് യുദ്ധമായി തന്നെ മാറിയത് നമ്മൾ കണ്ടതാണ്. നാട്ടിൽ മുഴുവൻ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് സർക്കാർ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് നടന്നു നീങ്ങിയ ഒരു ഗവർണറെ കേരളം കണ്ടതാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഏറ്റ തിരിച്ചടി കൂടിയല്ലേ ഇന്നത്തെ വിധി എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇടവേളയ്ക്ക് ശ്രീ എ സജീവൻ, ഒരു രാഷ്ട്രീയ തിരിച്ചടി കൂടിയല്ലേ കേന്ദ്രത്തിനുണ്ടായിരിക്കുന്നത് സുപ്രീം കോടതിയിലെ ഇന്നത്തെ ഉത്തരവിൽ നിന്നും? ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയതെന്ന് കേരളം കണ്ടതാണ്. തീർച്ചയായിട്ടും ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കേന്ദ്രത്തിനുള്ള തിരിച്ചടി എന്ന് മാത്രമല്ല, മൊത്തമായിട്ട് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാവേണ്ടത് ഇപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ പോലും ആരിഫ് മുഹമ്മദ് ഖാനാണ്. കാരണം ആറിൻ്റെ വീട് കാര്യത്തിൽ അദ്ദേഹം കുറേ കൂടി മാന്യനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹം ഇങ്ങനെ തെരുവിലൊരു ഗുണ്ടായുസം കളിച്ചു നടന്നിട്ടൊന്നുമില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്തു. അത് പലപ്പോഴും താൻ ഇരിക്കുന്ന കസേരയിലിരിക്കുമ്പോൾ അതിനെ പ്രത്യേകിച്ച് ഭരണഘടനാ പദവിയാണെങ്കിൽ അതിലെന്തെല്ലാം ചെയ്യാമെന്നുള്ള കാര്യം വായിച്ച് നോക്കിയിട്ടല്ല ഇവിടെ ഇരിക്കുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ആറിൻ്റെ വീട് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ്റെയൊക്കെ പ്രവൃത്തികൾ. പക്ഷേ എനിക്ക് തോന്നുന്നു അതുപോലുമല്ല, അവർക്കറിയാം കേന്ദ്രത്തെ പ്രീണിപ്പിച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ സംസ്ഥാന സർക്കാരിനെ ശ്വാസം മുട്ടിച്ച് കഴിഞ്ഞാൽ തങ്ങൾക്ക് കുറെ കൂടി മെച്ചപ്പെട്ട പദവികൾ കിട്ടുമെന്നുള്ളൊരു ധാരണ ഇവർക്കുണ്ടെന്ന് തോന്നുന്നു. ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യത്തിൽ ശരിയായിരിക്കുന്നു. അയച്ചിരിക്കുന്നത് ബീഹാറിലേക്കാണ്. ഇവിടെ നിന്നും അദ്ദേഹത്തെ എലവേറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്, ബീഹാറിലേക്ക് അയച്ചതോടുകൂടി അല്ലേ? അല്ല, അതിനേക്കാളൊക്കെ അപ്പുറത്തുണ്ട്. ഈ ആരിഫ് മുഹമ്മദ് ഖാനെ ഇപ്പം ബീഹാറിലേക്ക് അയക്കുന്നതിന് മുമ്പേ പശ്ചിമ ബംഗാളിൽ ഒരു ഗവർണർ ഉണ്ടായിരുന്നല്ലോ, മമതാ ബാനർജിയെ ഇതിനേക്കാൾ കൂടുതൽ ശ്വാസം മുട്ടിച്ച, അവർ ഭരിക്കാൻ അനുവദിക്കാതെ ശ്വാസം മുട്ടിച്ച ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പദവി അതിനേക്കാൾ കൂടിയതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നത് തങ്ങൾക്ക് എങ്ങനെയോ കാല് പിടിച്ചിട്ടോ കൈ പിടിച്ചിട്ടോ ഒക്കെ കിട്ടുന്ന ഒരു പദവി, ആ പദവിയിൽ വന്നിട്ട് ഈ യജമാനന് വേണ്ടിയിട്ട് എന്തും ചെയ്താൽ ആരും ചോദിക്കില്ല, ഒരു നഷ്ടവും ഉണ്ടാവില്ല, അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് പോകാമെന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ഇത് തിരിച്ചടിയല്ല എന്ന് BJP-ക്കാർ പറയുന്നത് അത്ഭുതം തോന്നുകയാണ്. നമ്മൾ സാധാരണഗതിയിൽ അങ്ങാടിയിൽ വെച്ച് മുഖത്തടിയേറ്റ് കഴിഞ്ഞിട്ട് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പോകുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഉള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. കാരണം ഇപ്പോൾ പുറത്ത് വന്ന കാര്യങ്ങൾ, ഇവിടെ കൃഷ്ണദാസ് പറഞ്ഞല്ലോ, കൂടുതൽ കാര്യങ്ങൾ വന്നാൽ മാത്രമേ ഇവിടെ വിശദീകരിക്കാൻ പറ്റുന്നുള്ള കാര്യം. ഇവിടെ പുറത്ത് വന്ന കാര്യങ്ങൾ, കോടതിയുടെ ഇപ്പോഴത്തെ ആ വിധിയുടെ ആദ്യത്തെ ഭാഗം തന്നെ എന്താണ്, ദ ആക്ട് ഓഫ് തമിഴ്നാട് ഗവർണർ ഈസ് ഇല്ലീഗൽ എന്നാണ് പറഞ്ഞത്. കാരണം നിയമവിരുദ്ധമായിട്ടാണ് ഗവർണർ പ്രവർത്തിച്ചിട്ടുള്ളതാണ് പറഞ്ഞത്. അദ്ദേഹം ഗുഡ് ഫെയ്ത്തോട് കൂടിയിട്ടല്ല കാര്യങ്ങൾ നടപ്പാക്കിയതാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ ഒരു ഗവർണർക്ക് ഏത് പദവിയിലിരിക്കുന്ന ആളാണെങ്കിലും, പ്രത്യേകിച്ച് ഇവിടെ പറയുന്ന ഒരു ഭരണഘടനാ പദവിയാണ്. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾക്കെതിരെ ഇത്രയും രൂക്ഷമായിട്ടുള്ള രണ്ട് വാക്കുകൾ
കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അടുത്ത മണിക്കൂറിലോ ഒരു ദിവസം കഴിഞ്ഞിട്ട് ആ നിമിഷം ആ പദവിയിൽ നിന്ന് ഒഴിയുകയാണ് വേണ്ടത്. കാരണം അത്രയും വലിയ തിരിച്ചടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള ഈ പദവിയിൽ എങ്ങനെയാണ് പ്രതികരിക്കുക? ഇങ്ങനെ ഒരു വിധി വന്നിട്ട് ഇനി ഇതിനെ ന്യായീകരിക്കാൻ BJP-ക്കാരെ ന്യായീകരിക്കുമായിരിക്കും. പക്ഷേ RN രവി എന്ന് പറയുന്ന അദ്ദേഹം ഒരു IPS ഉദ്യോഗസ്ഥനാണല്ലോ. അദ്ദേഹം CBI-യിലൊക്കെ പ്രവർത്തിച്ചുള്ള ആളാണല്ലോ. എനിക്ക് തോന്നുന്നു നമുക്ക് സുരേഷ് ഗോപിയെക്കുറിച്ച് പറയുന്ന പോലെ ഈ ഒരു ഹാങ് ഓവർ ഉണ്ടല്ലോ, ഈ IPS പദവിയിലൊക്കെ ഇരുന്നതിൻ്റെ ഒരു ഹാങ് ഓവറുമായിട്ടാണ് അദ്ദേഹം ഇപ്പോഴിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്താലും ആരും ചോദിക്കാനില്ല, എനിക്ക് അതിനുള്ള അധികാരമുണ്ട് എന്ന രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ഈ നടത്തിക്കൊണ്ടിരുന്നത്. എത്ര ഭീകരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ 10 ബില്ല് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് എൻ്റെയോ അത് സിനിമയുടെ ഹാങ് ഓവറാണ്. അല്ല, അത് സിനിമയുടെ ഹാങ് ഓവർ ഉണ്ടല്ലോ. ആരൊക്കെ എഴുതി കൊടുത്തിട്ടുള്ള ഡയലോഗ് പറഞ്ഞ് പോലീസ് കുപ്പായം അണിഞ്ഞതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടല്ലോ. അതേപോലെയാണ് ഇവിടെ. RN രവി എന്ന് പറയുന്ന IPS ഓഫീസർ ആണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഭരണഘടനാ പദവി ഇരിക്കുന്ന ഒരു ഗവർണർ സ്ഥാനത്തിരിക്കുമ്പോൾ മാന്യമായിട്ടാണ്. നമുക്കറിയാമല്ലോ ഭരണഘടനയിൽ എന്താണ് പറയുന്നത്. ഇങ്ങനെ ഗവർണറുടെ പ്രവർത്തനങ്ങൾ പറയുമ്പോൾ ഇന്ന അധികാരങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഉപദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണെന്നാണ് സംസ്ഥാന മന്ത്രിസഭയുടെ മിനിസ്ട്രിയുടെ അഡ്വൈസ് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ്. അതിനപ്പുറത്തേക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം ഇവിടെ നിയമസഭയിൽ നയപ്രഖ്യാപനം നടത്തുമ്പോൾ അത് ഗവർണറുടെ നയപ്രഖ്യാപനമല്ലല്ലോ, അത് സർക്കാരിൻ്റെ നയപ്രഖ്യാപനമാണ്. എൻ്റെ സർക്കാരിൻ്റെ നയം ഞാൻ പ്രഖ്യാപിക്കുന്നതാണ് ഗവർണർ, ഏത് ഗവർണറായാലും പറയേണ്ടത്. അതിന് പകരം ഇദ്ദേഹം നിയമസഭയിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ എന്തെല്ലാമാണ്. അദ്ദേഹം ദേശീയ ഗാനം ആദ്യം ആലപിച്ചില്ല, വായിച്ചിട്ട് ഇദ്ദേഹം അതേപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പല ആളുകളുടെയും പേര് ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം അംബേദ്കറുടെ പേരൊക്കെ ഒഴിവാക്കിയിട്ട് വായിച്ച ആളാണ് ഇദ്ദേഹം. അംബേദ്കർ ഇത്രയും വലിയ ഭരണഘടന തയ്യാറാക്കുന്നതിന് മുഖ്യ ശില്പിയായിരുന്ന അംബേദ്കറുടെ പേര് പോലും ഒഴിവാക്കിയിട്ടുള്ള ആളാണ്. മാത്രമല്ല ദേശീയ ഗാനം ആദ്യം പാടിയില്ല. അവിടെ തമിഴ് തായ് മൊഴി അവരുടെ ഒരു ഗാനമുണ്ട്, അത് അവർ രീതി അതാണ്. ആദ്യം അത്, അവസാനം ഈ ദേശീയ ഗാനം. അതെ, സംസ്ഥാന ഗാനം അവർ പാടും, അതവരുടെ അതിനെ കെറിവിച്ച് മറ്റു നടപടികളിലേക്കൊക്കെ പോവുക. ഇങ്ങനെ സത്യത്തിൽ ഒരു ഉന്നതമായ ഭരണഘടനാ പദവിയെ ഇത്രയും മോശമാക്കിയിട്ട് പ്രവർത്തിച്ച കുറച്ച് ഗവർണർമാർ, എത്രയോ ഗവർണർമാർ നമ്മൾ കണ്ടതാണ്. ഇത് കേന്ദ്ര സർക്കാരിനേറ്റ തിരിച്ചടിയല്ല എന്ന് ഇപ്പോൾ BJP പ്രതിനിധി പറയുന്നത് വെറുതെ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സുപ്രീം കോടതി വിധികളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്നൊരു വിലയിരുത്തൽ അല്ലെങ്കിൽ അവരുടെ ഒരു സമീപനം കൂടി അതിൽ കാണേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാചകമാണ് UP-യിൽ ഉത്തർപ്രദേശിൽ നിയമവ്യവസ്ഥ തകർന്നിരിക്കുന്നു എന്ന്. അങ്ങനെ ഒരു വിധി വന്നാൽ സാധാരണഗതിയിൽ ആ സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തു പ്രതികരണം ഉണ്ടാകേണ്ടതാണ്? എന്തെങ്കിലും ഉണ്ടായോ? തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് വന്നാലും, അതായത് ഒറ്റ ഉന്നതമായ ഭരണഘടനാ സ്ഥാപനം മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല, അതായത് ജുഡീഷ്യറി ഒന്നും ഇതിൻ്റെ ഭാഗമേ അല്ല, ഭരണഘടനാ സ്ഥാപനങ്ങളെ അല്ല എന്നൊരു മനോഭാവം ഉള്ളത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടാകുന്ന ഓരോ പ്രതികരണവും അത് കേന്ദ്ര സർക്കാരിനെ ഏൽക്കുന്ന തിരിച്ചടികളാണ്. പക്ഷേ എന്നിട്ടും അതിലൊന്നും കുലുക്കമില്ല, അതിലൊന്നും പ്രതികരിക്കില്ല. ഇങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന രീതിയിലാണ് പ്രവർത്തിക്കുക. ഇപ്പോൾ പോലും ഇങ്ങനെയൊരു കാര്യം വന്നാൽ പോലും അതിനെ ന്യായീകരിച്ചുകൊണ്ട് അത് മുഴുവൻ വരട്ടെ, അതുണ്ടായത് അങ്ങനെയാണ്, നിലവിലുള്ള കാര്യങ്ങൾ ആവർത്തിച്ചു എന്നല്ലേ ഉള്ളൂ. നിലവിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാൻ കോടതിയെ ബാധ്യസ്ഥമാക്കിയിട്ടുള്ള കാര്യം എന്താണ്? അത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ. അതായത് നേരത്തെ ഭരണഘടനയിൽ എഴുതി വെച്ച കാര്യങ്ങൾ ഈ ആളുകൾ, ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്ന ആളുകൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതുവരെ ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങളൊന്നും അവഗണിക്കുന്നത് പറഞ്ഞാൽ പോലും അത് എത്ര കാലം പറയാൻ പറ്റുമെന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെ എത്ര കാലം മുന്നോട്ടേക്ക് പോകാൻ പറ്റും? എന്തായാലും ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയ കാര്യം, നമ്മുടെ നാട്ടിൽ ജനാധിപത്യമുണ്ട്,
അത് ഇവിടെ ജനാധിപത്യ അവകാശങ്ങളുടെ പാലിക്കപ്പെടും, ഭരണഘടന ഉയർത്തി കാണിക്കപ്പെടും, ഭരണഘടനയുടെ മഹത്വം എപ്പോഴും ഉന്നതമാക്കി തന്നെ കാണിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് നമ്മൾ ഈ സുപ്രീം കോടതി വിധിയെ കാണുന്നത്. അതാണ് ഏറ്റവും ഈ തമിഴ്നാടിൻ്റെ കാര്യത്തിനൊക്കെ അപ്പുറത്ത് തമിഴ്നാടെന്ന് പറയുന്നത് അവരുടെ ബില്ലുകൾ 10 ബില്ലുകൾ പിടിച്ചു വെച്ച കാര്യം മാത്രം. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഭരണഘടനയെ തൊട്ട് കളിക്കാൻ ഏത് ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്ന ആൾ ശ്രമിച്ചാലും അതൊന്നും വിട്ടുവെക്കി തരുന്ന പ്രശ്നമില്ല എന്ന് ഇവിടുത്തെ പരമോന്നതമായ നീതിപീഠം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏറ്റവും സന്തോഷമുണ്ടാക്കുന്നൊരു കാര്യമാണ് ഇത്. ശരി, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, താങ്കൾ നേരത്തെ പറഞ്ഞപ്പോൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, CPI ഇവിടെ കേരളത്തിൽ ചില വകുപ്പുകളുണ്ട് എന്ന് ഒഴിച്ചാൽ ആ പാർട്ടി എത്ര വലുതാണ്, എത്രത്തോളം ആ പാർട്ടി എത്ര നിസ്സാരമാണെന്ന് താങ്കൾ കാണിച്ചു. എത്ര നിസ്സാരമാണെങ്കിലും എത്ര ചെറിയ പാർട്ടിയാണെങ്കിലും അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നതാണല്ലോ നമ്മുടെ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനം. അങ്ങനെ ചെറിയ പാർട്ടികൾ മിണ്ടേണ്ട, ഞങ്ങൾ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മിണ്ടിക്കോളും, നിങ്ങൾ നിശബ്ദരായിരുന്നോളൂ എന്നതാണ് കേന്ദ്രം എടുത്തിട്ടുള്ള പല ഘട്ടങ്ങളിലും എടുത്തിട്ടുള്ള നിലപാട്. അതിന് വിരുദ്ധമായി അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്ന സമീപനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമൊക്കെ അതിശക്തമായി തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിരോധത്തിന് നേതൃത്വം വഹിക്കുക കൂടി തന്നെയാണ് യഥാർത്ഥത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ മാസം നടന്ന സമ്മേളനം അറിയാമല്ലോ, വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളെ വിളിച്ചുകൊണ്ടൊരു ഐക്യപ്പെടൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഐക്യപ്പെടലിന്റെ ഒരു വിജയം കൂടിയായിട്ടാണ് ഇതിനെ തമിഴ്നാട് കാണുന്നത്. അതിനുള്ള മറുപടി ആദ്യം പറയുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഗവർണർമാരായി നിശ്ചയിക്കുന്നത് ആരെയാണ്? BJPക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ RSS ആയിട്ടുള്ള നേതാക്കൾ, അതല്ല എങ്കിൽ നേരത്തെ സംസ്ഥാനങ്ങളിൽ അധ്യക്ഷ പദവി ഉണ്ടായിരുന്ന, അതിൽ നിന്നും ഒഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കേണ്ട, അതുകൊണ്ട് അവരെ ഗവർണറാക്കുന്നു. ഇതാണ് കൃത്യമായി കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അത് നടപ്പാക്കാനാണ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഈ ഗവർണർമാരൊക്കെ നിയോഗിക്കപ്പെട്ടുള്ളത് എന്നുള്ള കാര്യം പകൽ പോലെ യാഥാർത്ഥ്യമാണ്. താങ്കൾക്കത് നിഷേധിക്കാനാവുമോ? രണ്ടിനും മറുപടി പറയാം. ബഹുമാനപ്പെട്ട സ്മൃതി, അങ്ങയുടെ സജഷനിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതായൊരു സജഷൻ പൊതുജനങ്ങളോട് അങ്ങയുടെ ചാനലിലൂടെ പറയണ്ട. ഞാൻ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തെറ്റായ കാര്യം ഈ ചർച്ചയിൽ സൂചിപ്പിച്ചിട്ടില്ല. അതിനെ നിഷേധിക്കുന്ന തരത്തിലോ അതിനെ അംഗീകരിക്കാത്ത രീതിയിലോ ഒന്നും ഞാൻ എൻ്റെ ചർച്ചയിലോ ഞാൻ പറഞ്ഞ സമയത്തോ പറഞ്ഞിട്ടില്ല. ശ്രീ സജീവൻ പറഞ്ഞപ്പോൾ അങ്ങ് അതിനെ കൂടി ചേർത്തിട്ട് ഞാനത് അംഗീകരിക്കുന്നില്ല, BJP പ്രതിനിധി അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞ വാചകങ്ങളെ കൂടി കടമെടുത്തുകൊണ്ടാണ്. അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. 2, CPIയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത്, അവർ പറഞ്ഞു എന്ന് പറഞ്ഞ താങ്കൾ സൂചിപ്പിച്ച കാര്യത്തിൻ്റെ രാഷ്ട്രീയ വശം മാത്രമേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. ഈ രാജ്യത്തെ ഏതൊരു സാധാരണക്കാരനും, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരാണെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഏതൊരാൾക്കും BJP ഇന്ത്യ ഭരിക്കുമ്പോൾ, ഞങ്ങൾ ഇന്ത്യ ഭരിക്കുമ്പോൾ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള തടസ്സം ഉണ്ടായിട്ടില്ല. ഉണ്ടായ കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങേക്കറിയാമല്ലോ, നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾക്ക് 19 മാസക്കാലം കൂച്ചുവിലം കിട്ട ഭരണകൂടം ഉണ്ടായിട്ടില്ലേ? എത്രയോ സർക്കാരുകളെ പിരിച്ചുവിട്ടിട്ടുണ്ട്, 84 സർക്കാരുകളെ പിരിച്ചുവിട്ടിട്ടില്ലേ? BJP ഗവൺമെന്റ് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ നാളിത് വരെ പിരിച്ചുവിട്ടോ? സുപ്രീം കോടതിയിലേക്ക് പോയത് DMK ആണ്, കരുണാനിധിയാണ്. ഞങ്ങളൊക്കെ പിന്നെ വെറുതെ ഇരിക്കായിരുന്നു. BJPയോടൊപ്പം നിൽക്കുന്ന പാർട്ടികളും ജനസംഘമൊക്കെ ആ കാലഘട്ടത്തിൽ വെറുതെ ഇരിക്കായിരുന്നോ? എന്താ അങ്ങ് ധരിച്ചിരിക്കുന്നത്? ഇനി അങ്ങയോട് ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, അങ്ങനോട് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചല്ലോ. ഗവർണർമാരെ നിശ്ചയിക്കുമ്പോൾ BJPയുടെ ആളുകളെയും BJPയുമായി ബന്ധപ്പെട്ട ആളുകളെയും വെക്കുന്ന, അതെ, ഞങ്ങൾക്ക് അങ്ങനെയല്ലേ വെക്കാൻ കഴിയൂ. ഞങ്ങളോടൊപ്പം നിൽക്കുന്ന, ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളെ മാത്രമേ ഗവർണർമാരെ വെക്കാൻ കഴിയൂ. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. നിങ്ങൾ ഈ രാജ്യത്ത് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഗവർണർമാരുടെ ലിസ്റ്റ് എടുത്തൊന്ന് പരിശോധിക്ക്. കോൺഗ്രസ് അല്ലാത്ത ഏതെങ്കിലും ഒരാളുണ്ടോ? അതിൽ കോൺഗ്രസിൻ്റെ ഭാരവാഹി അല്ലാത്ത ഏതെങ്കിലും ഒരാളുണ്ടോ? നിങ്ങൾ ഇപ്പോഴത്തെ ഗവർണർമാരെ എടുത്ത് പരിശോധിക്ക്. എത്രയോ ഉദ്യോഗസ്ഥന്മാർ, വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ, വ്യത്യസ്ത മേഖലകളിൽ ഒന്നുകിൽ ജോലി ചെയ്തിരുന്നവർ, അതല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ, എത്രയോ ആളുകൾ വന്നു. അത് ഏതെങ്കിലും രാഷ്ട്രീയം നോക്കിയിട്ടാണോ? ഞങ്ങളോട്, ഈ ഗവൺമെന്റിനോട്, ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളെ അല്ലാതെ, സ്മൃതിക്കും നാളെ ആവാം. BJP ഭരിക്കുമ്പോൾ സ്മൃതി അടക്കമുള്ള ആളുകൾക്ക് നാളെ ഗവർണർ ആവാനുള്ള സാഹചര്യമുണ്ട്. നിങ്ങളെന്താ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്? സജീവനും ആകാം, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ പ്രശാന്തിനും ആകാം. BJP ഭരിക്കുമ്പോൾ അതിനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ കോൺഗ്രസിന്റെ കാലഘട്ടം എടുത്ത് പരിശോധിച്ച് നോക്ക്. ഏതെങ്കിലും ഒരാളെ, കോൺഗ്രസ്സുകാരനല്ലാത്ത ഒരാളെ ഏതെങ്കിലും കാലഘട്ടത്തിൽ അങ്ങനെ വെച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല.
നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ഈ ചർച്ചയിൽ പറഞ്ഞോ. അല്ല, ഇനി കോൺഗ്രസ് മറ്റൊരു ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട മോശമില്ല. കാര്യം, കോൺഗ്രസ് ഞാൻ തുടങ്ങി വെച്ച ഇതിന്റെ പ്രവണതയാണ് അപ്പീലിനെ നിങ്ങൾ സംബന്ധിച്ച് കുറച്ചുകൂടി വേറെ രൂപത്തിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയത്. ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾ ഞാനൊന്ന് അധികാരത്തിൽ കടന്നു കയറി കുറച്ചുകൂടി രൂക്ഷമായി നടപ്പാക്കിയത് നിങ്ങളാണ്. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. പറഞ്ഞോളൂ. അല്ലല്ല, പൂർത്തിയാക്കോളൂ. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. നേരത്തെ ശ്രീ പ്രശാന്ത് സൂചിപ്പിച്ചപ്പോൾ ഇതിന് അപ്പീലില്ല എന്നറിയാത്തവരല്ലല്ലോ ഈ രാജ്യത്തെ വക്കീലന്മാർ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പീലല്ലല്ലോ നമ്മൾ ഫയൽ ചെയ്യുന്നത്. ഇതിൽ ഏതെങ്കിലും ഭരണഘടനാപരമായി ഏതെങ്കിലും തെറ്റായ വിഷയങ്ങൾ നേരത്തെയുള്ള സുപ്രീം കോടതി വിധികളുമായി ബന്ധപ്പെട്ട് കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അത് റിവ്യൂ പെറ്റീഷൻ വഴി കൊണ്ടുവന്ന് അതിൽ ഭരണഘടനാ ബെഞ്ചിന് വിടേണ്ടതാണെങ്കിൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന്റെ നടപടികളുമായിട്ടല്ലേ മുന്നോട്ട് പോകുന്നത്. അതറിയാത്തവരല്ലോ നമ്മൾ. കോടതി ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ കോടതിയുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകൾ വീണ്ടും പുനഃപരിശോധിക്കുന്ന സാഹചര്യങ്ങൾ ഇല്ല എന്നാണോ ശ്രീ പ്രശാന്ത് സൂചിപ്പിക്കുന്നത്? അങ്ങനെയാണോ ഈ രാജ്യത്തെ ജനങ്ങളോട് പറയേണ്ടത്? കോടതിയുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകൾ ഉണ്ടെങ്കിൽ അതിൽ അപാകതകളുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ പുനഃപരിശോധിക്കുന്നത് മറ്റൊരു ബെഞ്ചായിരിക്കാം, ലാർജർ ബെഞ്ചായിരിക്കാം, അല്ലെങ്കിൽ അതേ ബെഞ്ച് തന്നെ ആയിരിക്കാം. 13 അംഗ ജഡ്ജിമാർ കേശവാനന്ദ ഭാരതീസ് കേസ് പരിഗണിക്കുമ്പോൾ അതുപോലെയുള്ള സുപ്രധാനമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള വിഷയങ്ങളിലുള്ള കേസുകൾ പരിഗണിക്കുമ്പോൾ ജഡ്ജിമാരുടെ എണ്ണം കൂടുകയല്ലേ? അത് പരിശോധിക്കുന്നവരുടെ എണ്ണം കൂടുകയല്ലേ? അതെന്തുകൊണ്ടാണ്? അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭരണഘടനാ വിഷയങ്ങൾ പരിശോധിക്കാൻ ഒരു സുപ്രീം കോടതിയിൽ അത് 2 അംഗ ജഡ്ജിയാണെങ്കിലും അതിൽ കൂടുതലുള്ള ജഡ്ജിയാണെങ്കിലും ഇനി നമ്മുടെ ഹൈക്കോടതികളിലാണെങ്കിലും ഏതൊരു ജുഡീഷ്യൽ സംവിധാനത്തിലാണെങ്കിലും ഒരു സിവിൽ ജഡ്ജി അടക്കമുള്ള ആളുകൾ പുറപ്പെടുവിക്കുന്ന വിധികൾ അത് ലോസ് ഓഫ് ലാൻഡ് അല്ലേ? അത് പ്രസിഡന്റായി വരുന്ന കാര്യങ്ങളല്ലേ? അംഗീകരിക്കാതിരിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? അത് അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ ഏതെങ്കിലും ഒരാൾക്ക് കഴിയുമോ? ഒരു പ്രസ്ഥാനത്തിന് കഴിയുമോ? ഒരു സംവിധാനത്തിന് കഴിയുമോ? അങ്ങനെയല്ല, ഞങ്ങൾ അങ്ങനെയല്ല, BJP അങ്ങനെയല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അങ്ങനെയാകുമോ? ഈ രാജ്യത്തെ കോടതി വിധികളെ മാനിക്കുകയും അംഗീകരിക്കുകയും നടപ്പാക്കിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോവുകയും ചെയ്യുന്ന പാരമ്പര്യമുള്ള പാർട്ടിയാണ് ഞങ്ങൾ ഏതെങ്കിലും ഒരു കോടതി വിധിയെ ധിക്കരിച്ചുകൊണ്ട് മാറിപ്പോയിട്ടുണ്ടോ? ഞങ്ങൾ ഏതെങ്കിലും ഒരു കോടതി വിധിയെ മാറ്റിവെച്ചുകൊണ്ട് ഭരണം നടത്തിയിട്ടുണ്ടോ? ഞങ്ങൾ ഏതെങ്കിലും ഒരു കോടതി വിധിക്കെതിരായി ഏതെങ്കിലും പറഞ്ഞതിനോടുള്ള പ്രതികരണം വന്നിട്ടുണ്ടോ? ആ പ്രതികരണം എന്ന് എന്താണ്? ഞാനൊന്ന് തിരിച്ചു വെക്കട്ടെ. അങ്ങനെ ഒരു വിധിയുണ്ടോ? ഒരു കോടതിയിൽ വാദം നടക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായി കോടതി ഒരു പരാമർശം നടത്തുന്നു. ആ പരാമർശം കോടതി വിധിയാണോ? സ്റ്റേറ്റ്മെന്റ് പറയാനിടയായ അത് കോടതി വിധിയാണോ? അത് കോടതി വിധിയാണോ? അതിന് വിശദീകരിക്കേണ്ട കാര്യമില്ല ശ്രീമതി. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതൊരു കോടതി വിധിയായി വന്നിട്ടുണ്ടോ എന്നാണ് എന്റെ തിരിച്ചുള്ള ചോദ്യം. അത് കോടതി വിധിയല്ലല്ലോ. ഒരു കേസ് പരിഗണിക്കുമ്പോൾ, ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അതിൽ ഒരു പരാമർശം ഒരു കോടതിയുടെ ഭാഗത്തുനിന്ന് യോഗി ആദിത്യനാഥ് രാജിവെച്ചേനെ അല്ലേ? അങ്ങനെയെങ്കിൽ ഇപ്പോൾ R.N. രവിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട സമയം അതിക്രമിച്ചു. ഒരു സമൻസ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് BJPയെ സംബന്ധിച്ച്. BJPയുടെ നേതാക്കന്മാർ, അത് മുഖ്യമന്ത്രിയാണെങ്കിലും കേന്ദ്രമന്ത്രിമാരാണെങ്കിലും ഞങ്ങളുടെ പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട ചുമതലയുള്ള ആളുകളാണെങ്കിലും ഒരു സമൻസ് കൈപ്പറ്റുമ്പോൾ രാജിവെച്ച പാരമ്പര്യം ശ്രീമതി ഉമാഭാരതിയുടെ കാര്യത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു സമൻസ്, ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് സമൻസ് ചെയ്തപ്പോൾ രാജിവെച്ച പാരമ്പര്യമുള്ള പാർട്ടി ഞങ്ങൾ. അതുകൊണ്ട് ആ കഥയൊന്നും ഞങ്ങളോട് പറയേണ്ട. ശിക്ഷ വന്നാലും മാറില്ല എന്ന് പറയുന്ന ആളുകളുടെ അടുത്ത് പോയി പറഞ്ഞാൽ മതി. അപ്പീൽ പോയി ഞങ്ങൾ പിടിച്ചു നിൽക്കുകയാണ് എന്ന് പറയുന്ന ആളുകളുടെ അടുത്ത് പോയി പറഞ്ഞാൽ മതി. അത് ഞങ്ങളുടെ അടുത്ത് പറയാൻ നിൽക്കണ്ട. ഇനി ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. ഈ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ 12 മാസക്കാലം കൂച്ചുവിലം കെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അന്ന് നടന്ന ഭരണഘടനാ ഭേദഗതിയെ പിന്നീട് എപ്പോഴെങ്കിലും തിരുത്തിയോ? പിന്നീട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അന്നുണ്ടായ ആർട്ടിക്കിൾ 42ന്റെ ഈ രാജ്യത്തെ ഭരണഘടനയെ തന്നെ മിനി ഭരണഘടന വേറെ ഉണ്ടാക്കിയ സംവിധാനങ്ങളുണ്ടായില്ലേ? എന്തെങ്കിലും നടപടി ഉണ്ടായോ? നിങ്ങളടക്കമുള്ള ആളുകൾ എന്തെങ്കിലും സിംഹഗർജനം നടത്തിയോ? ഇല്ലല്ലോ. അപ്പോൾ കോൺഗ്രസ്സുകാരും ഇടതുപക്ഷക്കാരും അതിനോടൊപ്പം നിൽക്കുന്നവരും ഭരണഘടനയെ കുഴിച്ചു മൂടിയാലും നിങ്ങൾക്ക് ഒന്നുമില്ല. ഞങ്ങളെല്ലാം ഭരണഘടനയെ ഏതെങ്കിലും തരത്തിൽ കുഴപ്പത്തിൽ ചാടിക്കുന്ന ആളുകൾ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിച്ചത്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു സംവിധാനത്തിന് BJP ഭരിക്കുമ്പോൾ നിയമപരമായി തടസ്സമുണ്ടായോ? ഇല്ലല്ലോ. തെറ്റ് കാണിക്കുന്നവരെ ഞാനൊന്ന് CPM പ്രതിനിധിയിലേക്ക് പോകുന്നു. അരുൺ, ഇപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു ഭരണഘടനാ സംവിധാനത്തിൽ, ജനാധിപത്യ സംവിധാനത്തിന്റെ നമ്മളുടെ രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിനെ ഏതെങ്കിലും തരത്തിൽ ഹനിക്കുന്ന ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഒരു ഭരണഘടനാ ഭേദഗതിയും നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. അരുൺകുമാർ, ഇപ്പോൾ BJP
വളരെ ജനാധിപത്യപരമായിട്ടാണ് ഇവിടെ ഭരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഫലിപ്പിക്കാനല്ല, അങ്ങനെ തന്നെയാണ്. അതിലൊരു ഫലിപ്പിക്കൽ വേണ്ട. അത് നിങ്ങളുടെ ന്യായം. ബിജെപിയുടെ ന്യായം ശരി, അങ്ങനെ തന്നെയാണെന്നാ ശരി, ബിജെപിയുടെ ന്യായമായിട്ടാണ് ബിജെപിയുടെ ന്യായം. അതായിക്കോട്ടെ, അതിൽ തെറ്റില്ല. ബിജെപിയുടെ ന്യായം എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഞങ്ങളുടെ ന്യായം അത് തന്നെയാണ്. അത് നിങ്ങളുടെ ന്യായം. ഞങ്ങളുടെ ന്യായം അത് തന്നെയാണ്. ആയിക്കോട്ടെ. അഡ്വക്കേറ്റ് അരുൺകുമാർ, താങ്കൾ അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇതിനൊരു മറുപടി വേണം, കൃഷ്ണദാസിനൊരു മറുപടി വേണം. അതോടൊപ്പം തന്നെ ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയിരുന്ന പോരാട്ടം എന്ന് പറയുന്നത് വേറെ തരത്തിൽ കൂടി വിവക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം ഈ ഗവർണർമാരെ ഉപയോഗിച്ചുള്ള പ്രതിപക്ഷ സർക്കാരുകളെ എങ്ങനെ ആണ് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഐക്യപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ കേരളത്തിൽ അങ്ങനെയല്ലല്ലോ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഈ ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ വിഷയം അവിടെ ഉയർന്നു വന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നിങ്ങളെടുത്ത നിലപാട് കമ്മ്യൂണിസ്റ്റുകാരെ ഇതിലേക്ക് തിരികെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള, യൂണിവേഴ്സിറ്റികളിലേക്ക് തിരികെ കയറ്റാൻ വേണ്ടിയുള്ള നിങ്ങളുടെ തീരുമാനമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്ന് പല ഘട്ടങ്ങളിലും കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടി ഈ ഘട്ടത്തിൽ പ്രതികരണം വേണം. ഇവിടെ BJPയുടെ പ്രതീതിയോട് എത്ര തവണ തിരിച്ചും മറച്ചും ചോദിച്ചിട്ടും ഈ ഗവൺമെന്റിനുണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് BJP സെൻട്രൽ ഗവൺമെന്റിന് ഉണ്ടായിട്ടുള്ള മുഖത്തിനുള്ള അടിയല്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹം എത്ര തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ് പറഞ്ഞത്. ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും നിയമവിദഗ്ധനായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രശാന്ത്, അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ശ്രീ സജീവനും അടക്കം എത്ര നന്നായിട്ടാണ് ഈ വിഷയം അവതരിപ്പിച്ചത്. ഈ ശരിക്കും പറഞ്ഞാൽ 3 കാര്യങ്ങളിലൂടെയാണ് പ്രതിപക്ഷത്തിന്റെ സ്വരത്തെ ഈ രാജ്യത്ത് ഇല്ലായ്മ ചെയ്തത്. അതിലേറ്റവും ആദ്യം കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്തിട്ടാണ്. കഴിഞ്ഞ 3 കൊല്ലത്തിനുള്ളിൽ പ്രധാനപ്പെട്ട 6 കേസുകളിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ രാജ്യത്തെ ജനങ്ങളെ പല രൂപത്തിൽ ദ്രോഹിക്കുന്നു. 1 അറസ്റ്റ്, അന്യാധീനമായിട്ടുള്ള ജയിൽവാസം, 2 വിചാരണ നീട്ടിക്കൊണ്ടുപോകൽ, അതുപോലെ തന്നെ ക്രൂരമായിട്ടുള്ള ആ കേസിന്റെ നടപടിക്രമങ്ങൾ, പ്രോസസ് ഈസ് ദ പണിഷ്മെന്റ്. ഇപ്പോൾ അങ്ങ് ചോദിച്ചല്ലോ ഉത്തർപ്രദേശിലെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഉണ്ടായിട്ടുള്ള കമന്റ്. ആ കമന്റ് ഉണ്ടായപ്പോൾ കൃത്യമായി കോടതി നിയമവാഴ്ച തകർന്നു എന്ന് പറഞ്ഞപ്പോൾ തമിഴ്നാടിന്റെ അഡ്വക്കേറ്റ് ജനറൽ എന്താണ് പറഞ്ഞതെന്നറിയോ? സോളിസിറ്റർ ജനറലിലൂടെ പറഞ്ഞത് സിവിൽ കേസ് ആകുമ്പോൾ കുറെ സമയമെടുക്കും, അതുകൊണ്ടാണ് ഞങ്ങൾ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് ചെറിയ വഴിതർക്കത്തിന് വരെ ക്രിമിനൽ ഗൂഢാലോചനയും ക്രിമിനൽ ഇന്റിമിഡേഷനും അടക്കം ജാമ്യം കിട്ടാത്ത ക്രൂരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി സാധാരണക്കാരെ പീഡിപ്പിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചപ്പോൾ ഒരു ഗവൺമെന്റ് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ ആണ് സിവിൽ കേസ് ആകുമ്പോൾ സമയം എടുക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ ഗുരുതര വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതേപോലെ സുപ്രീം കോടതിയുടെ ജഡ്ജി FIS ഇന്നലെ പറഞ്ഞു ഈ രാജ്യത്തെ ജനങ്ങൾ EDയെ അവിശ്വസിക്കും. നമ്പർ ഓഫ് കേസസ് ഒരുപാടുണ്ട്, ഒന്നിലും ശിക്ഷയുമില്ല, കള്ളപ്പണമാണെന്ന് തെളിയിക്കുന്നുമില്ല, വിചാരണയുമില്ല. നമ്മൾ ചർച്ച ചെയ്തല്ലേ ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്ക് 193 നേതാക്കന്മാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതിൽ 2 ശിക്ഷിക്കപ്പെട്ടത്. അവസാനത്തെ 5 കൊല്ലത്തിൽ 5000 കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ 40 കേസാണ് ശിക്ഷിക്കപ്പെട്ടത്. കള്ളപ്പണമാണെന്ന് പറഞ്ഞ് കണ്ടെത്തിയ പണത്തിൽ 1% പോലും കള്ളപ്പണമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കോടതി വിധികൾ. ഇപ്പോഴത്തെ ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ നിലനിന്ന എല്ലാ സംശയങ്ങളും തീർത്തിരിക്കുന്നു. ഇനി ഈ വിഷയത്തിൽ സംശയമില്ല. അങ്ങ് ചൂണ്ടിക്കാണിച്ചില്ലേ 1974 ഷംസേർ സിംഗ് കേസ് മുതൽ, അതുപോലെ ഹർഗോവിന്ദ് പന്ത് വേഴ്സസ് രഘുകുൽ തിലക് കേസ് മുതൽ, അതുപോലെ തന്നെ ഇവിടെ പൂഞ്ചി കമ്മീഷന്റെ റിപ്പോർട്ട്, സക്കാരിയ കമ്മീഷന്റെ റിപ്പോർട്ട്, ബൊമ്മൈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിലെല്ലാം ഗവർണർമാർക്ക് ഇത്രയേ പദവിയുള്ളൂ എന്ന് അതാത് സമയത്ത് കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ BJP ഭരിക്കുമ്പോൾ മാത്രം അത് എക്സീഡ് ചെയ്ത് നിരവധി പദവികൾ വരികയാണ്. ഭരണഘടനാ അസംബ്ലിയുടെ ചർച്ചയിൽ ഡോക്ടർ VR അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, യാതൊരു അധികാരവുമില്ലാത്ത ഈ പദവി ഏറ്റെടുക്കാൻ ഭാവിയിൽ ആരെങ്കിലും വരുമോ എന്ന് ചോദിച്ച പദവിയാണ് ഗവർണറുടേത്. ഒരു വിദ്യാഭ്യാസ യോഗ്യത പോലും വേണ്ടാത്ത ഏക പദവിയാണ് ഈ രാജ്യത്തെ. പക്ഷെ ആ പദവിയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് എന്തെല്ലാം ഇടപെടലാണ് നടത്തിയത്. ഈ വിധിയിൽ അങ്ങ് എന്നോട് ചോദിച്ചു, ഈ മുൻ കേരളത്തിന്റെ ഗവർണർ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ നടത്തിയ പോരാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റ വാചകം ഞാൻ വായിക്കാം. The governor must be conscious to not create roadblock or shackle the state legislature in order to thwart and break the will of the people or for political ends. The members of the state legislature have been elected by the people of the state as a result of the democratic outcome are better on to ensure well-being of the people. Hence, any expression contrary to the express choice of the people, in other words, the state legislature would be a revenge to the constitutional oath. ഈ ജനാധിപത്യത്തെയും ഭരണഘടനയെയും എല്ലാം തകർക്കാൻ വേണ്ടി ഗവർണർ നമ്മൾ കണ്ടല്ലോ, റോഡ് ബ്ലോക്ക് എന്നുള്ളത് ഒരു പ്രയോഗമായിട്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയെങ്കിലും എന്തെല്ലാമായിരുന്നു കേരളത്തിന്റെ ഗവർണർ ചെയ്ത് കാണിച്ചത്. അപ്പോൾ കോൺഗ്രസ് എല്ലാം ഇവിടെ അതിനെ
പിന്തുണച്ചു, BJP പിന്തുണച്ചു. കോൺഗ്രസ് ആണെങ്കിൽ ഇവിടെ പാലക്കാടിന്റെ അതിർത്തി കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് പോയാൽ ആ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കും ഗവർണർക്കെതിരെ മുദ്രാവാക്യം വെക്കി. ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇവിടുത്തെ ഭരണഘടന, സുപ്രീം കോടതിയുടെ നിരവധി വിധികൾ, മറ്റു ഹൈക്കോടതിയുടെ വിധികൾ പ്രകാരം ഗവർണർക്ക് ഇത്രയും അധികാരമുള്ളൂ എന്ന് തന്നെയാണ് അതിനെ സാധൂകരിക്കുന്നു. ഇനി ഒരു വിധിയോടെ വരാനുണ്ട്. ആ വിധി സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന, സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ കേസ് കൊടുത്തിരിക്കുന്നത് കേരളമാണ്. അതും ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലാണ്. അത് വരുന്നതോടുകൂടി 3 വിഷയം: 1 കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, 2 ഗവർണർമാർ, 3 സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന നയം. ഇത് 3-മാണ് BJP ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിന് കനത്ത തിരിച്ചടി കിട്ടുന്ന സാഹചര്യം ഭരണഘടനയെ തൊട്ട് അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കശ്മീരിൽ 370 എടുത്തു കളഞ്ഞത് പാർലമെന്റിൽ ഒരു ചർച്ച പോലും ഇല്ലാതെയാണ് അത് പാസ്സാക്കിയിരിക്കുന്നത്. ജഡ്ജിമാരെ നിയമിക്കാൻ കമ്മിറ്റി, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി കൊണ്ടുവന്നു. സുപ്രീം കോടതി അത് റദ്ദാക്കിയായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ രാജ്യം കണ്ടതുമാണ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോൾ നിയമപരമായി കേന്ദ്ര സർക്കാരിന് ഇനി എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന കാര്യത്തിൽ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് നേരത്തെ താങ്കൾ പറഞ്ഞതിനോട് വിയോജിച്ചിരുന്നു. അതിന് താങ്കൾക്ക് മറുപടി നൽകാം. അതോടൊപ്പം തന്നെ ഈ വിധി ഇതൊരു അന്തിമമായ തീർപ്പാണല്ലോ. അപ്പോൾ അതിന്മേൽ ഇനി ഗവർണർമാർക്ക് ഇനി പ്രവർത്തിക്കുന്നതിൽ നിയന്ത്രണങ്ങളുണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് അവർക്ക് വരേണ്ടി വരില്ലേ? പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇതുവരെയുള്ള ഉത്തരവുകൾ, നേരത്തെ വന്നിരിക്കുന്ന നിരവധി ഉത്തരവുകളുണ്ട് ഗവർണർമാരുടെ അധികാരം സംബന്ധിച്ച്. നമ്മൾ നേരത്തെ ഓരോന്നായി എടുത്തു പറയുകയും ചെയ്തു. അതൊക്കെ നിലനിൽക്കുമ്പോഴാണല്ലോ ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കാലപരിധി നിശ്ചയിച്ചു. 3 മാസം, 1 മാസത്തിനകമാണ് കൊടുക്കേണ്ടത്. അത് മാക്സിമം 3 മാസം എന്നുള്ളതാണോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരി? അത് മാത്രം എടുത്താൽ മതിയോ? അതെ, അത് ശരിയാണ്. അതിനൊപ്പം തന്നെ താങ്കൾ ചോദിച്ച ആ ചോദ്യം വളരെ പ്രാധാന്യമുള്ളതാണ്. ഏതെല്ലാം പ്രധാനപ്പെട്ട ബില്ലുകളിലാണ് ഇപ്പോൾ ഗവർണർമാര് തടസ്സം നിന്നതും ഇപ്പോൾ നിയമമായി മാറിയിരിക്കുന്നതും? അതിനി കോടതിയിൽ ചലഞ്ച് ചെയ്യാന്നുള്ള ഒരൊറ്റ വഴിയേ സാധാരണ ഒരു പൗരന്റെ മുന്നിലുള്ളൂ. കാരണം ഒരു പ്രാവശ്യം സുപ്രീം കോടതി അത് ഡിക്ലെയർ ചെയ്തു. ഗവർണർക്ക് അങ്ങനെ രണ്ടാമത് അയക്കുന്ന ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വേണ്ടി തടങ്ങി വെക്കാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞ് നേരത്തെ ഉണ്ടായിരുന്ന ബില്ലുകൾ ഇപ്പോൾ നിയമമായ സ്ഥിതിക്ക് ഇനി അത് കോടതിയിൽ ചാലഞ്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സുപ്രീം കോടതിയുടെ ഈ വിധി, സുപ്രീം കോടതിയുടെ ഓരോ വിധികളും അന്തിമമാണ്. 2-അംഗ ബെഞ്ചിന്റെ വിധി ഇപ്പോൾ അന്തിമമാണ്. ഇനി BJPയുടെ പ്രതിനിധി ചൂണ്ടിക്കാണിച്ചതിൽ അദ്ദേഹം പറഞ്ഞത് കുറെക്കൂടെ നന്നായിട്ടൊരു ഭരണഘടനാപരമായി വേറെ ആർഗ്യുമെന്റ് എടുക്കാമായിരുന്നു. അതായത് ആർട്ടിക്കിൾ 145 സബ് ക്ലോസ് 3 പറയുന്നത് ഭരണഘടനയുടെ ഏതെങ്കിലും വകുപ്പുകളുടെ അർത്ഥം വ്യാഖ്യാനിക്കുന്നത് മിനിമം 5-അംഗ ബെഞ്ച് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു 2-അംഗ ബെഞ്ചാണ് ഈ ആർട്ടിക്കിൾ 200 ഈ അർത്ഥം നൽകിയത്. അത് ആർട്ടിക്കിൾ 145(3) വയലേഷനാണ് എന്ന് പറഞ്ഞ് സെൻട്രൽ ഗവൺമെന്റ് ഒരു പുനഃപരിശോധന ഹർജി അല്ലെങ്കിൽ അത് ഒരു ലാർജർ ബെഞ്ചിന് അയക്കണം എന്നൊരാവശ്യം ഉന്നയിക്കാവുന്നതാണ്. നിയമപരമായ ഒരു സാധ്യതയാണ് ഞാൻ പറയുന്നത്. കാരണം ഒരുപക്ഷെ ഇത് ശരിവെച്ചേക്കാം, ലാർജർ ബെഞ്ച് ശരിവെച്ചേക്കാം. പക്ഷെ പുതുതായിട്ട് നേരത്തെ സുപ്രീം കോടതി വിധികൾ ഉണ്ടെങ്കിൽ അത് വീണ്ടും ഊന്നി പറയുന്നതിന് ലാർജർ ബെഞ്ച് വേണ്ട. പക്ഷെ പുതുതായിട്ടൊരു നിയമം ലേ ഡൗൺ ചെയ്യുമ്പോൾ അത് ഭരണഘടനയുടെ ഒരു വകുപ്പിന്റെ അർത്ഥം വ്യാഖ്യാനിക്കുമ്പോൾ ആർട്ടിക്കിൾ 145 സബ് ക്ലോസ് 3 അനുസരിച്ച് 5-അംഗ ബെഞ്ച് വേണം എന്നൊരു ആർഗ്യുമെന്റ് എടുക്കാവുന്നതാണ്. അത് അദ്ദേഹത്തിന് അത് പറയാമായിരുന്നു. അതായത് ഈ വിധിയെ മറികടക്കാനുള്ള ഒരു വഴിയായിട്ട് ഒരു പക്ഷേ അത് അത്ര സീരിയസ് ആയിട്ട് എടുക്കുകയാണ്, റീഓപ്പൺ ചെയ്യാനുള്ള സാധ്യതകൾ തേടുകയാണെങ്കിൽ അത് ഒരു കാരണമായേക്കാം. പിന്നെ ഇപ്പോൾ ഭരണഘടനയ്ക്കകത്ത് തന്നെ ഡോക്ടർ അംബേദ്കർ ഭരണഘടനാ അസംബ്ലി ഡിബേറ്റ്സിൽ പറഞ്ഞിരുന്നു, അന്നൊരു ആരോപണം ഉണ്ടായിരുന്നു, സെൻട്രൽ ഗവൺമെന്റിൽ ഒരുപാട് അധികാരങ്ങൾ നിക്ഷിപ്തമാണ്, ഫെഡറലിസം വേണ്ടത്ര ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നുള്ള ആരോപണത്തിന് മറുപടിയായിട്ട് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ഒരു ഫെഡറൽ ഭരണഘടനയിൽ വേണ്ട 3 അടിസ്ഥാന കാര്യങ്ങൾ. 1, ഭരണഘടന റിട്ടൺ ആയിട്ടുള്ളൊരു ഭരണഘടന വേണം. 2, ഒരു യൂണിറ്റ്, സെൻട്രൽ ഒരു യൂണിറ്റ്, സ്റ്റേറ്റുകളിൽ പ്രൊവിൻസുകളിൽ ഒരു യൂണിറ്റ് വേണം, ഫെഡറേറ്റിംഗ് യൂണിറ്റുകൾ, അത് സ്റ്റേറ്റ് ആണ്. 3, ഈ ലെജിസ്ലേറ്റീവ് അധികാരങ്ങളും എക്സിക്യൂട്ടീവ് അധികാരങ്ങളും വിഭജിച്ച് കൊടുത്തിരിക്കണം. ഭരണഘടന അനുസരിച്ച് പാർലമെന്റിന് ഇന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അവകാശം, സെൻട്രൽ ഗവൺമെന്റിന് പാർലമെന്റിന് നിയമം നിർമ്മിക്കാനുള്ള കാര്യങ്ങളിലുള്ള പൂർണ്ണമായിട്ടുള്ള ഭരണാധികാരം, സ്റ്റേറ്റിനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ്, ലെജിസ്ലേറ്റീവ് പവേഴ്സ്, ഇത് എക്സിക്യൂട്ടീവിനും ലെജിസ്ലേച്ചറിനും സെൻട്രലിലും സ്റ്റേറ്റിലുമായിട്ട് വിഭജിച്ച് ഭരണഘടനയുടെ കീഴിൽ തന്നെ കൊടുത്തിരിക്കുകയാണെങ്കിൽ അതൊരു ഫെഡറൽ ഭരണഘടനയായി. അപ്പോഴും ഒരു ആരോപണം ഉണ്ടായിരുന്നു, ഇത് കൂടുതൽ യൂണിറ്ററിയാണ്, അതായത് സെൻട്രൽ ഗവൺമെന്റിന് കൂടുതൽ അധികാരങ്ങൾ
കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു ഭരണഘടനയാണെന്നുള്ള വാദത്ത് ഡോക്ടർ അംബേദ്കർ അംഗീകരിച്ചിട്ടുണ്ട്. അതിപ്പോൾ ആർട്ടിക്കിൾ 201 നോക്കി, നമ്മൾ 200 ഇപ്പൊ ചർച്ച ചെയ്തത്. ആർട്ടിക്കിൾ 200 അനുസരിച്ചാണ് ഗവർണർക്ക് ഒരു ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കാൻ കഴിയുന്നത്. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഗവർണർ ഈ 1 മാസത്തിനകത്ത് അയച്ചു എന്ന് വിചാരിക്കുക. പ്രസിഡന്റിന് അത് തിരിച്ചയക്കാം. സഭയ്ക്ക് കേരള നിയമസഭയാണ് അല്ലെങ്കിൽ തമിഴ്നാട് നിയമസഭയാണെങ്കിൽ ആ നിയമസഭയിലേക്ക് രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം. ഈ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണെന്ന് വിചാരിക്കുക. ഞാനൊരു ഉദാഹരണം പറയുകയാണ്, ഒരു എക്സ്ട്രീം എക്സാമ്പിൾ ആണ്. അതായത് ഇപ്പൊ നീറ്റിന്റെ കാര്യം പറഞ്ഞു. നീറ്റ് കേന്ദ്രം പാസ്സാക്കിയ ഒരു നിയമമാണ്. അതില് സുപ്രീം കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാണ്. അത് മറികടക്കാനായിട്ട് തമിഴ്നാട് നിയമസഭ ഒരു നിയമം പാസ്സാക്കി. അത് ഗവർണർ ഒരു 1 മന്തിനകത്ത് ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കുക. അപ്പോൾ രാഷ്ട്രപതി തിരിച്ചയക്കുകയാണ്. തമിഴ്നാട് നിയമസഭ വീണ്ടും ഇത് പാസ്സാക്കിയിട്ട് രാഷ്ട്രപതിക്ക് അയക്കുകയാണെന്ന് കരുതുക. അങ്ങനെ ചെയ്താൽ രാഷ്ട്രപതി അതിൽ ഒപ്പിടാൻ ബാധ്യസ്ഥയല്ല. രാഷ്ട്രപതിക്ക് അത് ഒപ്പിടുകയോ ഒപ്പിടാതിരിക്കുകയോ ചെയ്യാം. സെൻട്രൽ നിയമത്തിന് വിരുദ്ധമാണെങ്കിൽ രാഷ്ട്രപതി അത് വെറുതെ പോക്കറ്റ് വീറ്റോ ചെയ്യാം. അത് ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്ന ഒരു അധികാരമാണ്. ആർട്ടിക്കിൾ 201 പറയുന്നതാണ്, രണ്ടാമത് രാഷ്ട്രപതിക്ക് അയക്കുകയാണെങ്കിൽ രാഷ്ട്രപതി കൺസിഡർ ചെയ്യും. നീറ്റിനെതിരായ തമിഴ്നാടിന്റെ നിയമം ബില്ല് അത് നിയമമായിരിക്കുന്നു. ഇനി അത് കോടതികൾ അസാധുവാക്കും. കാരണം സുപ്രീം കോടതി വിധികൾക്കെതിരാണ്. സുപ്രീം കോടതി വിധി അനുസരിച്ച് കൊണ്ടുവന്ന നിയമങ്ങൾക്കെല്ലാം വിരുദ്ധമാണ്. അതുകൊണ്ട് കോടതിയിൽ ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും, ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കപ്പെടും. പക്ഷെ നേരത്തെ ചെയ്യാമായിരുന്നു. ഗവർണർ ആ സമയബന്ധിതമായിട്ട് രാഷ്ട്രപതിക്ക് അയക്കുകയായിരുന്നെങ്കിൽ രാഷ്ട്രപതി ഇത് സഭയ്ക്ക് തിരിച്ചയച്ചു. സഭ വീണ്ടും അത് പാസ്സാക്കിയാൽ രാഷ്ട്രപതി ഒന്നും ചെയ്യാതിരുന്നാൽ മതി. ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രപതി ഒപ്പിടണമെന്ന് നിർബന്ധമില്ല. അതേസമയം പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം രണ്ടാമത് രാഷ്ട്രപതിക്ക് അയക്കുകയാണെങ്കിൽ രാഷ്ട്രപതി ഒപ്പിടാൻ ബാധ്യസ്ഥയാണ്. പക്ഷെ ഇപ്പോൾ ആർട്ടിക്കിൾ 201 നിയമസഭ രണ്ടാമത് പാസ്സാക്കിയത് രാഷ്ട്രപതിക്ക് ബാധകമല്ല. കാരണം സഭയ്ക്ക് അധികാരമില്ലാത്തൊരു വിഷയത്തിൽ നിയമം പാസ്സാക്കുകയാണ്, രാഷ്ട്രപതിക്ക് അത് ഒപ്പിടാതിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള അധികാരങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ആ 10 ബില്ലുകളിൽ മറ്റെല്ലാം യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടാണ്. ചാൻസലർ പദവിയിൽ ഗവർണറെ ഒഴിവാക്കി അവിടെ മുഖ്യമന്ത്രിയെ പ്രതിഷ്ഠിക്കണം എന്നുള്ളതാണ് ആ ബില്ലുകൾ. അതാണ് ഇപ്പോൾ നിയമമായിരിക്കുന്നത്. അത് ഓരോന്നായിട്ട് അതിൽ അഗ്രീവ്ഡ് പാർട്ടി ആരെങ്കിലും ഒക്കെ അതിനകത്ത് അഗ്രീവ്ഡ് ആയിട്ടുള്ളവർക്ക് കോടതിയിൽ ചാലഞ്ച് ചെയ്യാം. അത് മാത്രമേ ഇനി ഓപ്ഷൻ ഉള്ളൂ. കാരണം സുപ്രീം കോടതി വിധി അനുസരിച്ച് നിയമമായിരിക്കും. ശരി, ശ്രീ എ സജീവൻ, കേരളത്തിലും സമാനമായ സാഹചര്യമാണല്ലോ. ഈ ചാൻസലർ പദവിയിൽ ഗവർണറെ വേണ്ട എന്നൊരു തീരുമാനം കൂടി ഒരു ബില്ലുണ്ട്. ആ ബില്ലടക്കമാണ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിധിയും പ്രതീക്ഷിക്കുന്നു. ഈ കാര്യത്തിൽ ഇവിടുത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം രാഷ്ട്രീയം കളിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട മറ്റൊരു അഭിപ്രായം കൂടി ഉണ്ടായിരുന്നല്ലോ. സർക്കാർ ഇതിപ്പോൾ കോൺഗ്രസ് ആയാലും ഇവിടെ ഇപ്പോൾ CPM ഭരിക്കുമ്പോൾ സർക്കാരിൻ്റെ താല്പര്യങ്ങൾ, CPM താല്പര്യങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടക്കം പാർട്ടി ആളുകളെ തിരികെ കയറ്റുന്ന ഒരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും വേർതിരിച്ച് എങ്ങനെ ഏത് ഭാഗത്ത് നിൽക്കുമെന്നുള്ളൊരു ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീ സജീവൻ. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ പോലെ LDF ആണെങ്കിലും UDF ആണെങ്കിലും അത് ഏത് കാലത്താണെങ്കിലും അവർ ഭരിക്കുന്ന സമയത്ത് ഈ സർവകലാശാലകളുടെ നിയന്ത്രണം പൂർണ്ണമായിട്ട് ആ സർക്കാരിൻ്റെ കയ്യിലേക്ക് പോകും. അത് സെനറ്റിൻ്റെയും സിൻഡിക്കേറ്റിൻ്റെയും ഒക്കെ അധികാരം ആ സർക്കാരിൻ്റെ കയ്യിലേക്ക് പോകുന്നത്. സർക്കാരിൻ്റെ പ്രതിനിധികളെ കൂടി ചേർത്ത് കഴിഞ്ഞാൽ തീരുമാനം സർക്കാർ ഉദ്ദേശിക്കുന്ന രൂപത്തിലാവാറുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള നിയമനങ്ങൾ ഉണ്ടാകാറുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാറുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ അതിന് പരിഹാരമെന്ന് പറയുന്നത് ഗവർണർ എല്ലാം തീരുമാനിക്കുക എന്നുള്ളതല്ല. ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഗവർണറായ സമയത്ത് സർവകലാശാല സെനറ്റിലേക്കുള്ള നോമിനേഷൻ അതിന് സർക്കാർ കൊടുത്ത, എനിക്കറിയാവുന്ന വളരെ കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യം പറയാം. സർക്കാർ കൊടുത്ത ലിസ്റ്റിൽ ഒരു വളരെ സീനിയറായിട്ടുള്ള ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. അത് അദ്ദേഹം LDFനെ പിന്തുണയ്ക്കുന്ന ആളൊന്നുമല്ല, അദ്ദേഹം ഒരു പ്രത്യേക പാർട്ടിയുടെ ആളൊന്നുമല്ല. ആൾ ശക്തമായിട്ട് LDFനെ വിമർശിക്കാറുണ്ട്, കോൺഗ്രസിനെ വിമർശിക്കാറുണ്ട്, BJP വിമർശിക്കാറുണ്ട്. ആ ആളുടെ പേരാണ് ഉണ്ടായിരുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ വെട്ടിയ ലിസ്റ്റിൽ നിന്നും കുറേ പേര്, മറ്റ് പല മേഖലയിലുള്ള ആളുകളുടെ പേര് വെട്ടിയിട്ട് അദ്ദേഹം ചേർത്തിട്ടുള്ളത് കുറച്ചു കാലം മാത്രം പത്രപ്രവർത്തനം നടത്തിയ, പിന്നീട് മറ്റൊരു പ്രവൃത്തി ചെയ്യുന്ന BJPയുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളെയാണ് ജേർണലിസ്റ്റ് എന്നുള്ള കോട്ടയിൽ കയറ്റിയുള്ളത്. അപ്പോൾ ഈ സർക്കാരുകൾ ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ കളിയുണ്ട്. പക്ഷെ അതിനപ്പുറത്തെ രാഷ്ട്രീയം ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തു. അതാണ് പ്രശ്നം. അതേ രീതിയിൽ. അപ്പോൾ ഇത് ഏതാണ് ശരി എന്ന് ചോദിച്ചാൽ ഈ വളരെ കൃത്യമായ രൂപത്തിൽ സർക്കാരുകളുടെ ഭാഗത്തുണ്ടായ രാഷ്ട്രീയം അതിപ്രസരം അത് നിയന്ത്രിക്കേണ്ടതാണ്. പക്ഷേ ഗവർണർമാർ ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ
ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഉള്ള ആളുകളാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിലേക്ക് മാത്രമായിട്ട് മാറുന്നൊരവസ്ഥ വരും. അതിനാണ് ഒരു പരിഹാരം ഉണ്ടാവേണ്ടത്. ശരി, അഡ്വക്കേറ്റ് കെ സരൺകുമാർ, അവസാനമായി എന്താണ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് 13-ാം തീയതിയിലെ പ്രതീക്ഷ? ഇവിടെ നിയമവിദഗ്ധൻ സൂചിപ്പിച്ചല്ലോ, സുപ്രീം കോടതിയുടെ ഒരു വിധി എന്ന് പറഞ്ഞാൽ അത് പ്രീസിഡന്റ് ആണ്, അത് രാജ്യത്തെ എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിധിന്യായം വച്ചു തന്നെ കേരളത്തിൽ പെൻഡിംഗ് ഉള്ള ബില്ലുകൾ എല്ലാം ഒപ്പിടണം. അതുപോലെ തന്നെ രാഷ്ട്രപതിക്ക് അയക്കുകയും കുറേ നാൾ രാഷ്ട്രപതി അതിൽ കാത്തിരിക്കുകയൊക്കെ ചെയ്ത ബില്ലുകളിലും നിയമ നടപടികളായിട്ട് പോകാം. അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും നടത്തിയ പോരാട്ടങ്ങൾ ശരിവയ്ക്കുന്ന വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ വിധിയുടെ പ്രയോജനം നന്നായി തന്നെ പ്രയോജനപ്പെടുത്താൻ, ഈ വിധി എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങൾക്ക് നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ട്, അപ്പോൾ ഇടുക്കിയിലെ ഭൂപതിവ് പട്ടയം വർഷങ്ങളായി അവിടെ വീട് വയ്ക്കാനും കൃഷി ആവശ്യത്തിനും മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയണമെന്നുള്ളത് അവരുടെ ജനങ്ങളുടെ ആവശ്യമാണ്. ആ ജനങ്ങളുടെ ആവശ്യത്തിന്റെ ബില്ലാണ് 24-25 മാസത്തോളം ഇവിടെ ഗവർണർ തടഞ്ഞു വെച്ചത്. അത്തരത്തിൽ നിരവധി ബില്ലുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ, കഴിഞ്ഞ 3.5 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിരിക്കുന്നു. നിയമ പോരാട്ടം ഞങ്ങൾ തുടരും. അതുപോലെ തന്നെ സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന നയം കേന്ദ്രം നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടം ഞങ്ങൾ തുടരും. ഈ BJP സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജനാധിപത്യത്തെയും തകർക്കാൻ, ഭരണഘടനയും മതനിരപേക്ഷതയും അതുപോലെ ഫെഡറലിസത്തെയും തകർക്കാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ചെറുത്തു തോൽപ്പിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടവും നിയമ പോരാട്ടവും നടത്താൻ, മുന്നേറ്റം സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് ആവേശകരമാകുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതി ഇന്ന് വന്നത്. അതിനെ ആ സ്പിരിറ്റിൽ തന്നെ ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ്. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് കെ സരൺകുമാർ, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, എ സജീവൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.